ഇത് മെയിനായിട്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ നമ്മളെ കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഈ സെറട്ടോണിനും ഡോപ്പമീനൊക്കെ. ഇത് ഇങ്ങോട്ട് ആംപ്ലിഫൈ ആവും നമ്മുടെ ബ്രെയിനിൽ ഒരു 5-8 മണിക്കൂർ അങ്ങനെ നിൽക്കും. പിന്നെ നമ്മുടെ ബ്രെയിനിനെ അതിങ്ങനെ സപ്രസ് ചെയ്യാൻ നോക്കും. സപ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇതിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അടിച്ച് കളയുമ്പോൾ പറ്റ ലോ ലെവലിലേക്ക് എത്തും. പിന്നെ അത് ആ ഹാങ് ഓവറിൽ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് കുറച്ചും കൂടി ഡൗൺ ആവും, ഡിപ്രസ്ഡ് ആകും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹയർ ഷോട്ട്സ് വേണ്ടി വരും. ഇതൊക്കെ ചിലവർ ഇങ്ങനെ വിചാരിക്കണ്ട ഇതൊക്കെ ഉണ്ടായാലുള്ളൂ ഞാനൊരു ആണാവുക. സ്കൂളിൽ എൻ്റെ കുടുംബത്തിലെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട്. അവരൊക്കെ പറഞ്ഞത് 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. ഗവൺമെന്റിന്റെ നിയമത്തിന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഓനക്ക് ഏത് ഡ്രഗ്സ് എടുക്കുമ്പോഴും അവൻ്റെ ചുണ്ട് വരക്കണം. അങ്ങനത്തെ നിയമങ്ങൾ വരണം. പെട്ടെന്ന് ഒരാളെ ഒരു ഡ്രഗിന് ഡെയിലി അഡിക്റ്റഡ് ആയ ഒരാളെ കോരിൻ്റെ ഈ റൂമിൽ അടച്ചിട്ടിയാളൊന്നും ഇത് സംഭവം നിർത്താൻ പോകുന്നില്ല, ഉപദേശിച്ചാൽ നിർത്താൻ പോകുന്നില്ല. ഇപ്പോൾ ഓഡിയോ ക്ലിപ്പ് തന്നെ പുറത്തേക്ക് വന്നില്ല. ഇപ്പോൾ മരിച്ച ഷാബാസിൻ്റെ അവരെന്നെ പറഞ്ഞത്, ഞാൻ ഇടിച്ചു കുത്തി കണ്ണും ഇടിച്ചു കുത്തി ഒരു അത്രക്കും അഭിമാനത്തോടെയാണ് പറഞ്ഞത്. ഞാൻ കൊല്ലും പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഓഡിയോ പുറത്തേക്ക് വന്നിട്ടുള്ളത്. റാഗിങ് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം. ഈ ജൂനിയർ സീനിയർ എന്നുള്ള ഈ വേർതിരിവുണ്ടല്ലോ, അതാദ്യം കേരളത്തിൽ നിന്ന് നിർത്തണം. USAID വഴി വന്ന ഫണ്ടിൽ $21 മില്യൺ കണ്ട് ഇന്ത്യയിൽ എലക്ഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈയിങ് കാർ വരുന്നു, AI വരുന്നു, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കപ്പാസിറ്റി ഉള്ള നാച്ചുറൽ കലാമിറ്റീസ് വരാൻ നമ്മൾ അധികം ദൂരം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഓർഫിഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡൂംസ്ഡേ ഫിഷ് എന്ന് പറയും. ഈ സാധനം ജപ്പാനിൽ ഒരു ബീച്ചിൽ കണ്ട്. ഈ മീന് ഇതിന് മുന്നേ വന്നിട്ടുള്ളത് 2011 ജപ്പാനിലെ സുനാമിൻ്റെ മുന്നാണ്. ഇത്രയും കുറേ സ്ഥലങ്ങളിൽ കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജപ്പാനിൽ ഓൾറെഡി ഒരു തിയറി ഉണ്ട്, അവർ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്, ഈ ഡൂംസ്ഡേ ഫിഷ് വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു സിഗ്നൽ തരാൻ വേണ്ടിയിട്ടാണ്. ലിസണേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫെയർചീസ് പോഡ്കാസ്റ്റ്. അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാളും ബാക്ക്, ഗസ്റ്റുകളില്ല പ്രാവശ്യം. അപ്പോൾ ഗൈസ്, എന്താ നമ്മളെ നാട്ടിൽ നടക്കണത്? ഇപ്പോൾ ഡ്രഗ്സിൻ്റെ യൂസ് എന്തൊക്കെ ന്യൂസിൽ വന്ന്, എന്തൊക്കെ കൊലപാതകങ്ങൾ, എന്താ നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഡ്രഗ്സിൻ്റെ യൂസ് അത്രത്തോളം കൂടുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? മുമ്പൊന്നും നമ്മൾ ഇത്രക്കും ഒരു ന്യൂസ്, ഈ ഒരു ഹൈപ്പ് ഡ്രഗ്സിനെ സറൗണ്ടിങ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നാട്ടിൽ? എന്താ വെച്ചാൽ ഇപ്പോൾ 2025 തുടങ്ങിയത് തൊട്ട് തന്നെ ഈ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ന്യൂസാണ്. അത് വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ തലക്കടിക്കുന്നത്, അമ്മനെ കൈത്തറുത്ത് കൊല്ലുന്നു. 2025 തുടങ്ങിയതോടുകൂടി ഫുൾ കേസുകൾ, ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കണേ. എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ അത്രയും MDMA അതുപോലെ തന്നെ ഈ നമ്മൾക്ക് അറിയാത്ത ഡ്രഗുകൾ നാട്ടിൽ അത്രയും ആൾക്കാർ ഉപയോഗം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസുകളൊക്കെ വന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഈ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഈ റെയ്ഡുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിടിച്ചെടുത്ത ഈ MDMAൻ്റെയും കഞ്ചാവിൻ്റെയും ഹാഷ് ഓയിലിൻ്റെ ഒക്കെ എമൗണ്ട് കേട്ടാൽ തന്നെ നമ്മളൊന്ന് ഞെട്ടിപ്പോവും. കാരണം ഞാൻ ഒരു ന്യൂസ് കണ്ടത് വെച്ചിട്ട് അതിൽ പറയുന്നുണ്ട് അവർ പിടിച്ചത് 150 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. എവിടെയാണ്? കഴിഞ്ഞ 2 ആഴ്ചൻ്റെ ഇടയിൽ കേരളത്തിൽ. ഈ 150 കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു നോർമൽ യൂസേജിൽ 1 ഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കാണ് യൂസ് ചെയ്യുക ജനറലി ഒരു ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ 150 കിലോ എന്ന് പറഞ്ഞാൽ 1,50,000 ഡോസേജാണ്. അത് ഒരാളുടെ നിന്ന് പിടിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ ഈ MDMA എന്ന് പറയുന്ന സാധനം 1.5 ഗ്രാമാണ് പിടിച്ചെടുത്തത്. 1.5 ഗ്രാമില്ല, 1.5 കിലോ MDMA പിടിച്ചെടുത്ത്. ഞാനത് അതിൻ്റെ ഡോസേജ് എത്രയാണ് ഒരാൾ നോർമലി യൂസ് ചെയ്യുന്നത് ചെക്ക് ചെയ്തപ്പോൾ 75 ഗ്രാമാണ് ഒരു പ്രാവശ്യം ഒരാൾ ഇതിൻ്റെ ഡോസേജ് യൂസ് ചെയ്യുക. അതായത് 20,000 തവണ യൂസ് ചെയ്യാനുള്ള ഡോസേജാണ് 1.5 കിലോ MDMA എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ സാധനം ഇത്രയും സുലഭമായിട്ട്, ഇപ്പോൾ ഇതൊരു കേസ്, ഇതല്ലാതെ ഇന്ന് ഞാൻ ഇത് 2 ദിവസം മുന്നേ കേട്ട ന്യൂസ്. അപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റിന് വരുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഡാറ്റ കുറച്ചും കൂടിയും പ്രിസൈസ് ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടിയില്ല, വേറെ കുറേ ഡാറ്റ കിട്ടി. അതായത് കഴിഞ്ഞ 2-3 ദിവസം തരുന്നത് നമ്മൾ കൊണ്ടോട്ടിയിൽ ഒരാളെടുത്ത് നിന്ന് എത്രയോ കിലോ MDMA പിടിച്ചത്, അതേപോലെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് പിടിച്ചത്. അങ്ങനെ ഒരുപാട് കേസുകൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. MDMA അല്ലെങ്കിൽ ഡ്രഗ് സീസ് കേരള എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 1 വീക്ക് 2 വീക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പല ന്യൂസുകളാണ്. ഒറ്റ കേസിൻ്റെ അല്ല, ഒരു 10 അതിൽ കൂടുതലോ കേസുകളുടെ യൂട്യൂബിലും ഗൂഗിളിലും അടിച്ചു നോക്കി നമുക്ക് കിട്ടാൻ മതി. അപ്പോൾ അത്രയും സീസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ജനറലി നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഡ്രഗ് ഡീലേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇവർ കുറച്ചൊക്കെ പോലീസുകാർക്ക് ഇട്ടുകൊടുക്കും, അപ്പോഴേ ഇവർക്കും കേസ് വേണം, അവർക്കും ജീവിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്ര പിടിക്കണുണ്ടെങ്കിൽ അതിൻ്റെ എത്ര ഇരട്ടി നാട്ടിൽ ഈ MDMA പോലത്തെ ഡ്രഗുകൾ വിലസുന്നുണ്ടാവും എന്നുള്ളതാണ്, ആൾക്കാർക്ക് അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അതന്നെ.
ശരിക്കും അത് സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ട് തോന്നുന്നുണ്ടോ? കാരണം ഇന്നാൾ ഫൈസൽ പറഞ്ഞല്ലോ, നമ്മൾ കൊറോണ ടൈമിൽ റൂട്ട് മാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരെ ട്രാക്ക് ചെയ്തിട്ട് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് ഡ്രഗ്സിൻ്റെ കേസിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അതിൻ്റെ ഒരു തോട്ട്സ് നിങ്ങൾക്ക്? 25,000 കോടിയുടെ ഡ്രഗ്സ് വിറ്റ് പോകുന്നുണ്ട് കേരളത്തിൽ. അങ്ങനെ 25,000 കോടിക്ക് ഒരു ബിസിനസ് $3.9 ബില്യൺ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കയ്യിലൂടെ ഈ പൈസ പോകുന്നുണ്ടാവും? അല്ലാതെ അത്രയും പൈസ ഒന്നും വേറെ എവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംസ്ഥാനത്ത് മാത്രം 25,000 കോടിയുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം എത്ര നടക്കുന്നുണ്ടാവും? ക്രിസ്റ്റൽ മെത്തും മറ്റേ ഇതൊക്കെയാണ് കളിക്കുന്നത്. കല്ല് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ മെത്തിനാണ് നാട്ടിൽ. എന്നിട്ട് ഇത് ഗവൺമെൻറ് ഇപ്പോൾ ഈ IPL നമ്മളെല്ലാവരും സംസാരിക്കും. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറയും. എത്ര ആൾക്കാർ നമ്മൾക്ക് മെസ്സേജ് അയച്ചിരിക്കണേ, എടാ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഡ്രഗ്സ് നിർത്തി. ഒരാളും മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നിർത്തരുത്, നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നമ്മളൊക്കെ പറയേണ്ടതിലേറെ 1000 ഇരട്ടി റിസൾട്ട് കൊടുക്കാൻ പറ്റും. റൂട്ട് മാപ്പ് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു 10% വർക്ക് ചെയ്താൽ മതി, നാട്ടുകാർ സഹായിക്കും. ഇതിൻ്റെയൊക്കെ ആൾക്കാരെ കണ്ടുപിടിക്കണം. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഇത് ആർക്കും അറിയാം കൂടുതലായിട്ട് ബാധിക്കുന്നത്. എൻ്റെയൊക്കെ കുടുംബത്തിൽ എനിക്ക് അറിയേണ്ടതാണ് ഡ്രഗ്സിന് അഡിക്റ്റ് ആയ ആൾക്കാർ എത്രത്തോളം കുടുംബത്തിലെ വിഷമം ഉണ്ടാക്കും എന്നുള്ളത്. ഇത് സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഈ ന്യൂസ് കൂടിയും കേട്ടാൽ എങ്ങനെ ഇരിക്കും? ഈ ന്യൂസും കൂടിയും കേൾക്കുമ്പോൾ അവരൊക്കെ എങ്ങനെ സമാധാനത്തിൽ വീട്ടിലിരിക്കുക? ഈ പറയും. അങ്ങനെ ഒരു അവസ്ഥ എന്താ ഇതിൽ? ഇപ്പോൾ ഈ പിന്നെ പല്ല് ഇടിച്ചു പൊടിച്ചു എന്ന് പറഞ്ഞൊരു ഉമ്മാനെ, അങ്ങനെ ഒരാൾക്കൊരു മൈൻഡിൽ നമുക്കൊക്കെ വിചാരിക്കാൻ പോലും പറ്റുമോ സ്വന്തം ഉമ്മാനൊക്കെ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ഒരാളെ തലച്ചോറിന് ആ ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ആ ഡ്രഗ്സ് എത്രമാത്രം പവർഫുള്ളായിട്ട് അവനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിക്കണം. അല്ല, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നതോ, ഇത് ചില സമയങ്ങളിൽ ഇത് ഡ്രഗ്സിൻ്റെ പവർ എന്ന് ഉദ്ദേശിച്ചത് എന്താ പറയുക, ഇത് വീണ്ടും ഉപയോഗിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊരു കിക്ക് ഉണ്ടാവണം മിക്കവാറും. അപ്പോൾ ആൾക്കാർ കൂടുതലും അക്രമാസക്തമാകുന്നത് അവർക്കിത് മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ അഡിക്ഷൻ വന്നതിന് ശേഷം. അല്ലാതെ ഇപ്പോൾ ഈ ഒരു ഡ്രഗ് അടിച്ചിട്ട് കിക്കായിട്ട് നമ്മളൊരാൾ ആക്രമിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കണ്ടതും കേട്ടതും വെച്ചിട്ട് ഈ ഡ്രഗ് വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ, അത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ ആകുമ്പോഴാണ് കൂടുതലും നമ്മൾ ഉദ്ദേശിച്ചത് ഡ്രഗ് അടിക്കുന്ന ആൾക്കാർ ഈ ആക്രമിച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാരൻസിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കുക, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഈ ഡ്രഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അത് മാത്രം അതുകൊണ്ട് പിന്നെ വേറൊരു കാരണം എന്താ വെച്ചാൽ പെരക്കാർ പിന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കും. പെട്ടെന്ന് ഒരാളെ ഒരു ഡ്രഗിന് ഡെയിലി അഡിക്റ്റഡ് ആയ ഒരാളെ കോരിൻ്റെ ഈ റൂമിൽ അടച്ചിട്ടിയാളൊന്നും ഇത് സംഭവം നിർത്താൻ പോകുന്നില്ല, ഉപദേശിച്ചാൽ നിർത്താൻ പോകുന്നില്ല. ഒരു പിന്നെ ഇതിൻ്റെ ട്രീറ്റ് ചെയ്യേണ്ട സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി 1 മാസം കൊണ്ടുപോയിട്ടാൽ ഓക്കെ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ വീണ്ടും സെയിം സറൗണ്ടിങ്സ് കാണാൻ പോകുന്നുണ്ട് വിചാരിച്ചോ, പുറത്തിറങ്ങിയാൽ ആള് തിരിച്ച് അതേപോലെ ആവും. എൻവയൺമെന്റ് വലിയൊരു ഫാക്ടർ പിന്നെ പറയാണ്ടോ. അതെ അതാണ് ഒരു മെയിൻ റീസൺ. ഇപ്പം എനിക്കറിയുന്ന ഒരാൾ തന്നെ ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെയും ഈ ഒരു ഇത് കഴിഞ്ഞൊക്കെ വീണ്ടും ഇതിലോട്ട് തന്നെ തിരിച്ച് പിന്നെയും സെയിം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക. അതാണ് മലപ്പുറത്തൊക്കെ ഒരുപാട് ഇതിപ്പോൾ ഈ നമ്മളെ മഹദി ഉണ്ടല്ലോ AP അവരൊക്കെ ചികിത്സിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ മലപ്പുറത്ത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് വന്നിട്ട് ഓരോ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഫാമിലീസും ഒക്കെ ഉണ്ട്. ഇതിനൊരു ഫാർമസ്യൂട്ടിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ മാത്രം ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അത്രത്തോളം പ്രയത്നിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ മൈൻഡിൽ വരുന്ന ഒരു പടമുണ്ട്, ബാസ്കറ്റ്ബോൾ ഡയറീസ്, ലിയോണാർഡോ ഡികാപ്രിയോന്റെ. അത് കറക്റ്റ് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരാൾ വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ലിയോണാർഡോ ഡികാപ്രിയോന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അത് തുടക്കം മുതൽ എങ്ങനെയാണ് കളി, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് പിന്നെ എങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നതും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അവസാനം വരെ. പിന്നെ ഒരു ഡ്രഗ് അഡിക്റ്റ് എങ്ങനെയാണ് പെരുമാറുന്നത്, വീട്ടിൽ നിന്ന് പുറത്താക്കി, അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി, എന്നിട്ട് ആ ഒരു ജേണി കംപ്ലീറ്റ്ലി കാണിക്കുന്നുണ്ട്. അതൊരു ട്രൂ സ്റ്റോറിയാണ്, ഒരാളുടെ ട്രൂ സ്റ്റോറിയാണ്. ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രഗ് അഡിക്റ്റ് ചെയ്യുന്ന ഒരു തലമുറ നമ്മൾ പറയണ്ടല്ലോ, ഇതിപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർ ഡ്രഗിലേക്ക് വരാനുള്ള റീസൺ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ ഡ്രഗിൻ്റെ ഒരു യൂസേജ് കൂടാനുള്ള റീസൺ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പിന്നെ
വീക്ക് മെൻ ക്രിയേറ്റ് ആർട്ട് ടൈംസ് എന്ന് പറയുന്നത് എത്രയും നല്ലതാണ്. അതായത് നമ്മളൊക്കെ വാപ്പമാരും എല്ലാവരും കഷ്ടപ്പെട്ട് നമുക്ക് നല്ല ടൈംസ് ക്രിയേറ്റ് ചെയ്യും ഒരുപാട് ആൾക്കാർക്ക്. പിന്നെ ഈ ഒരു കുട്ടി ഉണ്ടായ വാപ്പാക്ക് അവൻ വലുതായ പിന്നെ ഓൻ അധ്വാനിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, ഇടങ്ങറുകൾ അറിയേണ്ട ആവശ്യമില്ല. ഓൻ്റെ മുമ്പിൽ പണം, സന്തോഷം, റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അങ്ങനെ ഒരാൾ പുതിയ സുഖങ്ങൾ തേടിപ്പോയിക്കൊണ്ടിരിക്കും. എല്ലാവരും ഇല്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിഷിനായാലും ഓൻ്റെ അപ്പയമ്മയൊക്കെ ടീച്ചേഴ്സാണ്, പ്രിൻസിപ്പളായിരുന്നു ഉമ്മ ഇപ്പം. എന്നിട്ട് നിഷിന് പിന്നെ അങ്ങനെ വളർന്ന ഒരാളാണ്. നിഷിന് അങ്ങനെ പോവായിരുന്നു, പക്ഷെ ഓൻ പോയിട്ടില്ല. പാരിസിൻ്റെ നമ്മളതൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ ചില പാവപ്പെട്ട ഫാമിലിയിലെ ആൾക്കാരെ ഇടങ്ങറാവേണ്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടങ്ങറാവേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എത്രയോ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു റീസൺ ഉണ്ടായിരുന്നു. ചിലപ്പം നമുക്ക് നമ്മളെ വീട്ടുകാരോടുള്ള ആ ഒരു പിന്നെ സ്നേഹം കൊണ്ടേക്കാരം ഞാൻ അങ്ങനെ വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അത് ഭയങ്കര വിഷമാവുന്നുള്ള ഒന്നാമത്തെ. പിന്നെ ഒന്ന് നമുക്കൊരു റെഡ് ലൈന് നമുക്ക് നമ്മളെ ഫെയ്ത്തായിരിക്കാം ഈ പാരൻറ്റിങ്ങും. പിന്നെ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, പാരൻറ്റിങ് ഒരു കാരണമാണ്. പിന്നെ നമ്മളെ ഫെയ്ത്തായിരിക്കാം, നമുക്ക് പടച്ചവനോടുള്ള ആ ഒരു പേടിയുണ്ടല്ലോ. നമ്മളൊക്കെ എന്തെങ്കിലും കുതിര കളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കച്ചറ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ലൈൻ ഉണ്ടാവും നമ്മളെ ലൈഫിൽ. അതുവരെ നമ്മൾ പോവുള്ളൂ, അതിൻ്റെ അപ്പുറം നമ്മൾ പോവില്ല. അതുണ്ടായിരിക്കണം. പിന്നെന്താ വെച്ചാൽ നമ്മളെ ഡ്രീംസാണ് പാരിസ. നമ്മളെ ഡ്രീംസിനും നമ്മളെ ഫ്യൂച്ചറിനും നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അതിന് നമ്മൾ എത്രത്തോളം സീരിയസ് ആയി കാണുന്നുണ്ടോ, അവിടെ പിന്നെ ഡ്രഗ്സും പ്രണയവും മറ്റേ വേറെ അടിച്ചുപൊളിയും ഒന്നും നമുക്ക് വിഷയമല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ അതിലൂടെ പോന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു 20 കഴിഞ്ഞേക്കന്നെ നമ്മളിവിടെ എത്തി, നമ്മളെ മുമ്പിൽ വർക്ക് ചെയ്യണം, നമുക്ക് കാര്യങ്ങൾ കണ്ടെത്തണം, അതിനാണ് നിന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതൊക്കെ എടുക്കാൻ സുഖം. എല്ലാവിധ ഡ്രഗ്സും ഉണ്ട്, എല്ലാവിധ ഡ്രഗ്സും പെണ്ണും കള്ളും എല്ലാം ഉണ്ട്. എന്താ പറയുക, നമ്മൾ ചെന്ന് വരുന്ന ഒരു സർക്കിൾ ഉണ്ടാവും, നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ. അതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട് മുന്നേ. അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ല, പക്ഷേ എൻ്റെ വേറൊരു ഫ്രണ്ട് സർക്കിളിൽ ഒരു ഫ്രണ്ടാണ് എനിക്ക്. പക്ഷേ ഇങ്ങനെ പരിചയമുണ്ട്. എൻ്റെ സർക്കിളിൽ ഞങ്ങൾ ഒരിക്കലും ഡ്രഗോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യാത്തൊരു ഫ്രണ്ട് സർക്കിളാണ്. പക്ഷേ അവൻ ചെന്ന് പെട്ടത് ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലാണ്. അവൻ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന, അവൻ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ട്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെ അവൻ യൂസ് ചെയ്ത് തുടങ്ങി. അവൻ, ഞാൻ പറയാം, മാനസിക രോഗിയായി. അവൻ ഡ്രഗ് യൂസ് ചെയ്ത് ഇവിടെ പോളണ്ടിലുള്ളതാണ്. മാനസിക രോഗിയായി. അവൻ എന്നിട്ട് അവൻ്റെ വേറൊരു ഫ്രണ്ടും ഒക്കെ പോയിട്ട് നാട്ടിൽ പറഞ്ഞു വിട്ട് അവൻ നാട്ടിൽ നിന്ന് എന്നിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീണ്ടും ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഡ്രഗ് യൂസ് ചെയ്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള അവൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ്, ഡ്രഗ് യൂസ് ചെയ്യാത്ത ഫ്രണ്ട്സ്, അവനെ വീണ്ടും ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ ടിസിയും കാര്യങ്ങളൊക്കെ മേടിച്ച് അവനെ നല്ല രീതിയിൽ നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അവൻ്റെ ഫാമിലിയിൽ വിളിച്ച് പറഞ്ഞ്, അതായത് ഇനി അവൻ ഇങ്ങോട്ട് വിടരുത്, ഇവരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്തായാലും ഡ്രഗ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഞാനൊക്കെ വന്നത് പോളണ്ടിക്ക് ഒരേ ഒരു മിഷനായിട്ട്, അല്ലെങ്കിൽ ഒരേ വിഷനും, ഇവിടെ വരണം, പഠിക്കണം, മാസ്റ്റേഴ്സ് എടുക്കണം, ജോലി നേടണം, ഫാമിലീനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, ആ ഒരു മൈൻഡോടുകൂടിയാണ് ഞാൻ അവനൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ വന്നു പെട്ട സർക്കിളും അപ്പം നമ്മൾ ചൂസ് ചെയ്യണം. ബേസിക്കലി നമ്മളൊരു സർക്കിളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഓക്കെ ഇതെനിക്ക് നല്ലത് തരുമോ അതോ ബാഡ് ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ പോകണമെന്നുള്ളത്. അത് മനസ്സിലാക്കി മാറാൻ നമുക്ക് അത് ഇനീഷ്യൽ സ്റ്റേജിലേ മാറാൻ പറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്യാങ്ങിൻ്റെ ഒരു വേവ് ലെങ്ത്തിൽ അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ കണ്ടു വന്നോന് ഏത് ഫ്രണ്ട് സോണിൽ പോയാലും അതൊരു പ്രശ്നമില്ല, മനസ്സിലായോ? ഇപ്പം ഞാൻ വന്നത് ഫുള്ള് വള്ളടിക്കാരായിരുന്നു എൻ്റെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ. എന്നോട് ചോദിച്ചു, നീയൊക്കെ എങ്ങനെയാടോ ജീവിതം പിന്നെ എൻജോയ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവൻ വന്ന ഉടനെ വെള്ളടി, അത് ഇത് കള്ള് പെണ്ണ് എല്ലാം ഉണ്ടായിരുന്നു, ആൾക്കാരെ ക്ലബ്ബ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെ ഇതൊക്കെ ജീവിതം എൻജോയ് ചെയ്യുന്നതെന്ന് അന്ന് ആൾ ചോദിക്കണേ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെ മെൻറ്റാലിറ്റിയാണ് ഇതിന്, എത്രത്തോളം ഇത് സ്ട്രോങ് ആണോ, ഇതൊക്കെ ഇതിലൊന്നും നേടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു പിന്നെ എന്താ പറയുക മെയിൻ ഫാക്ടറാണ്. ഇതിന് ഒരു ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതിൽ ഒരിക്കലും ഒരു ലോങ് ടേം ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഏതൊരു ഡ്രഗ് അഡിക്റ്റ് എടുത്തു കഴിഞ്ഞാലും അവസ്ഥ അതാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ അല്ലേ സ്ട്രീറ്റിലുള്ള ഹോംലെസ് പീപ്പിളെ വെച്ചിട്ട്, ഹോംലെസ് പീപ്പിളിനെ കാണുമ്പോൾ അവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ചോദിക്കുന്നത്. ഒരു 90% ആൾക്കാരും പറയാം ഡ്രഗ് അഡിക്റ്റ് ആയതാണ്. പിന്നെ അവർക്ക് അതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റിയിട്ടില്ല, ഫാമിലി പോവേണ്ടി വന്ന് അങ്ങനെ നിർത്തിയ ആൾക്കാരാണ്. പിന്നെ വേറൊരു കോട്ടുണ്ട്,
ഡീലർ നെവർ കൺസ്യൂം എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് എത്രത്തോളം. അല്ലാതെ അവർക്ക് ഇത്രയും ഇപ്പോൾ കേരളത്തിലത്തെ കാര്യം പറഞ്ഞില്ല, 25,000 കോടിൻ്റെയൊക്കെ അവൻ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനൊരു ബുദ്ധിമാനായി കാര്യം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആള് അല്ലേ, ബിസിനസ്മാനും ആയിരിക്കും, പവർഫുള്ളായ ആളും ആയിരിക്കും. എമൗണ്ട് വരുന്നുണ്ടാവും. കാരണം അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർക്ക് നിർത്താറില്ല. ഇപ്പൊ പാബ്ലോ എസ്കോബാറിന്റെ കേസിൽ മൂപ്പര് ഗവൺമെന്റിനെക്കാട്ടിലും വലുതന്നെ ഒരു പോയിന്റില് കൊക്കൈന് വിറ്റിട്ട് മാത്രം. കാരണം ആൾക്കാർ അഡിക്ഷനിൽ ഫീഡ് ചെയ്തിട്ടാണ് ഇവർ അത്രയും പൈസ ഉണ്ടാക്കുന്നത്. ഇവർക്ക് കാലാകാലം ബിസിനസ് ഉണ്ടാകും. പക്ഷേ പുള്ളിക്കാരത് കൺസ്യൂം ചെയ്തിട്ടില്ല. ഒരു പോയിന്റിൽ ആ കൺട്രിയുടെ എല്ലാ ഡെപ്തും ഞാൻ തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് US വിട്ടുകൊടുക്കാതിരുന്നാലും നല്ല രീതിയിൽ പാവങ്ങളെ സ്ലംസൊക്കെ പോയിട്ട് വാരി അറിയാനും പൈസ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു പാബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്നിട്ട് അതന്നെ ഇപ്പം നടക്കുന്നത് നാട്ടിൽ. ഇതേപോലെ ഒരു പാബ്ലോ എസ്കോബാർ ഉണ്ടാവും, അതേപോലെ പിന്നെ ഇയാളുണ്ടാവും, എന്താ ഇപ്പോൾ നമ്മളെ ബ്രേക്കിംഗ് ബാഡത്തെ ആളെ പേര് പ്രൊഫസർ എന്ത് പ്രൊഫസർ ഇത് ഐസൻബർഗ്. പ്രൊഫസർ ഐസൻബർഗ് അല്ല, പ്രൊഫസർ വേറെ, ഐസൻബർഗ് വേറെ. ഐസൻബർഗിനെ പോലെ ഒരാളും ഉണ്ടാവും കേരളത്തിൽ, ഒരു കുക്ക് ഉണ്ടാവും. അയാൾ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അയാൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, പണം വരുന്നുണ്ടാവും. പിന്നെ ഈ പാവങ്ങളെ ഇതിൽ ഇരയായിട്ട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ തല്ലാനും കൊല്ലാനൊക്കെ പോകുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് നന്നായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഓൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ ഇട്ടാൽ എന്താണ് ഉണ്ടാവുക, സുഖം എങ്ങനെയാണ്, എന്താ നിങ്ങൾക്ക് ഇതിന് കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഈ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോന്നൊക്കെ ആലോചിക്കില്ലേ, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, നമ്മളെ ഉള്ളിലുള്ള ഓരോ വികാരങ്ങളില്ലേ അതിനൊന്നും പാടി പവർ കൊടുക്കുന്നതാണ് ഓൻ പറയുന്നത്. ഇതിങ്ങനെ അടിച്ച് അപ്പോൾ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഓനെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒരു എന്താ പറയുക 100x മോറാണ്ട് പവർ കൊടുക്കുകയാണ് ആ സാധനത്തിന്, ആ തോട്ടിനൊക്കെ. അപ്പോൾ ഇവൻ പോയി കണ്ടാണ്ട് ചെയ്യാണ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് അടിക്കാം. ഇപ്പം നെഗറ്റീവ് തോട്ടുള്ള ഒരാൾക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് കടമുണ്ട്, എനിക്ക് തൂങ്ങി മരിക്കണം, അല്ലാതെ ഇതിന് വേറെ വഴിയില്ല, തൂങ്ങി അങ്ങനത്തെ ഒരാൾക്ക് ഇത് അങ്ങനെ തിരിച്ചും വരും. ഇതാണ് ഇത് മെയിനായിട്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ നമ്മളെ കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഈ സെറട്ടോണിനും ഡോപ്പമീനൊക്കെ. ഇത് ഇങ്ങോട്ട് ആംപ്ലിഫൈ ആവും നമ്മുടെ ബ്രെയിനിൽ ഒരു 5-8 മണിക്കൂർ അങ്ങനെ നിൽക്കും. പിന്നെ നമ്മുടെ ബ്രെയിനിനെ അതിങ്ങനെ സപ്രസ് ചെയ്യാൻ നോക്കും. സപ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇതിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ അടിച്ച് കളയുമ്പോൾ പറ്റ ലോ ലെവലിലേക്ക് എത്തും. പിന്നെ ഇത് ആ ഹാങ് ഓവറിൽ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് കുറച്ചും കൂടി ഡൗൺ ആവും, ഡിപ്രസ്ഡ് ആകും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹയർ ഷോട്ട്സ് വേണ്ടി വരും. അങ്ങനെ വീണ്ടും വീണ്ടും ഡിപ്രഷൻ ഫേസ് അതിങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മളെ മൂഡ് ഡൗൺ ആയി വന്നിട്ടാണ് പല രീതിക്കുള്ള ഹെൽത്ത് എഫക്ട്സും ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ഇങ്ങനെ അഗ്രസീവായിട്ടൊക്കെ പെരുമാറാൻ കാരണം. പറഞ്ഞ പോലെ തന്നെ ഇത് കിട്ടാതെ ആകുമ്പോഴാണ് പിന്നെ ഈ പോകുമ്പോൾ അവർക്ക് പിന്നെ സ്വന്തം ഒന്ന് ഹൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കണം. അതന്നെ, ഈ ഉറക്കം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല. ഇപ്പൊ എനിക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു കമ്പനിയില്, ഓൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഉറക്കല്ല ചേട്ടാ ഇത് അടിച്ച ശേഷം എന്ന് പറഞ്ഞു. ഒരു ആൾക്ക് ഓർമ്മയില്ല, ചെറിയ പയ്യനാ. അപ്പോൾ ഇത് അടിച്ചിട്ട് അവൻ്റെ പല്ലൊക്കെ പൊടിഞ്ഞു പോയി. 24 വയസ്സുള്ളൂ, എത്ര നല്ല ഫാമിലിത്തെ പയ്യനാ അറിയോ. ഇത് വേറൊരു കാര്യം കേട്ടോ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ കള്ളും കഞ്ചാവും ഒരുവിധം കള്ള് കുടിച്ച ഒരാൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സുഖമായിരുന്നു. കഞ്ചാവ് അടിച്ചാൽ അറിയുന്നവന് ആ മണം കിട്ടും. പക്ഷേ ഇതൊക്കെ അടിച്ചാൽ എങ്ങനെയാ അറിയാം? ഇതൊക്കെ അടിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള അമ്മമാർക്കൊന്നും അറിയില്ല അല്ലേ. എന്നിട്ട് ഇവർ വന്നുകൊണ്ടാണ് കിടക്കും. ഇതിങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ പെരക്കാർക്ക് ഇത് എങ്ങനെയാണ് ഇതിന് അഡിക്റ്റ് ആയിക്കണമെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരിച്ച ഈ ഒരു പാരൻ്റ് ആണെങ്കിൽ ഈ എന്താ ചെയ്യുക? ഇതിപ്പോൾ എൻ്റെ ഒരു മോണ്ട് എന്ന് വിചാരിച്ചോ, നമ്മൾ മക്കളായിട്ട് ഒന്നും കൂടി ക്ലോസ് ആയി കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഉണ്ടാകും. നമ്മൾ ആ ഒരു ബോണ്ട് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എന്തും തുറന്ന് പറയാൻ പറ്റും എന്നുള്ളൊരവസ്ഥയ്ക്ക് മകൻ എത്തുമ്പോൾ പിന്നെ നമ്മൾ പറയണത് പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ ഒരു ബോണ്ട് ഇങ്ങനെ ബിൽഡായി വരുമ്പോൾ പിന്നെ നാച്ചുറലായിട്ട് ഇവർ നമ്മളിപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഡ്രഗ്സും കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു ഓപ്പൺനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പേരൻസും മക്കളും ഒരു ഡിസ്റ്റൻസ് വന്നിട്ട് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് ആകുമ്പോഴാണ് മക്കൾ വേറെ വഴിക്ക്, പേരൻസ് വേറെ വഴിക്ക്. പേരൻസ് പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളും ആ തിരക്കിൽ ഇങ്ങനെ പോകുമ്പോൾ മക്കളെ കാര്യങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് ഇതിന് വലിയൊരു ഫാക്ടർ. പിന്നെ വേറെ ഒന്നും എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ മക്കൾ വളർന്നു വരുന്നൊരു അറ്റ്മോസ്ഫിയർ വേറെ തന്നെ ഇരിക്കും. അതിൽ പല കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ആയിക്കോണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ബേസിക്കലി പലതും. അപ്പം നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അതെങ്ങനെയാണോ റിസീവ് ചെയ്യുന്നത്, അവരത് എങ്ങനെയാണോ എടുത്തിട്ടുള്ളത്, അതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ പറ്റണം.
ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ കൺസ്ട്രക്റ്റീവായിട്ട് അവർക്കൊരു ഫീഡ്ബാക്ക് ക്രിറ്റിസിസം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഞാനിപ്പോൾ ഇത് വാപ്പാനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാപ്പാക്ക് ഇത് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ വാപ്പാക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ആവണമെന്നില്ല, വാപ്പ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് അല്ല തരുന്നുണ്ടെങ്കിൽ പിന്നെ പറയാതാവും. അപ്പോൾ നമ്മളും അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർക്ക് ഇറങ്ങി ആ കാലഘട്ടത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് മനസ്സിലാക്കി ഫീഡ്ബാക്ക് കൊടുക്കണം. പിന്നെ എന്താ വെച്ചിട്ടാ കുറേ ആൾക്കാർക്ക് ഈ പറഞ്ഞ ബോണ്ട് ക്രിയേഷൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ടാകും. 10-30 വയസ്സായ പയ്യന്മാരെ കാര്യം ചിലപ്പം മക്കൾ. അപ്പോൾ ഇവർക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ അവരെ ഫ്രണ്ട് സോണിലുള്ള ആൾക്കാരായിട്ട് അത്രയും ക്ലോസ് ആവുക, ചോദിക്കുക എന്താണ് നടക്കുന്നത്. ചിലപ്പോൾ അവർ ഫസ്റ്റൊന്നും പറഞ്ഞൊന്നും വരില്ല, വാച്ച് ചെയ്യുക, ഇത് വാച്ച് ചെയ്യുക, അവൻ്റെ അടുത്ത് ചോദിക്കുക, കാര്യമായിട്ട് ചോദിക്കുക, പറഞ്ഞുതരും. നല്ലവനാണെന്ന് ചെയ്യും പറഞ്ഞുതരും, അല്ല ഇവനും അവൻ്റെ ഒപ്പം കൂടി അടിക്കുന്ന ഒരാളാണെന്ന് ചെയ്യും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെയുള്ളത് കണ്ടെത്താൻ പറ്റുക. കണ്ടെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, അതുപോലെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലൊക്കെ ഇതാക്കുക. ഇവരെന്തോ ഒരു കാര്യം കൊണ്ട് എപ്പോഴും ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പം ചിലർ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും, പിന്നെ വീട്ടിൽ കടന്നുറങ്ങാനും പറ്റുന്നുണ്ടാവും, വേറെ വലിയൊരു ജോലിയൊക്കെ കിട്ടായിട്ട് ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെവരൊക്കെ എന്ത് ചെയ്യുക, അതിനൊരു വഴി ഒരുക്കി കൊടുക്കുക. അല്ലാതെ അവിടുന്ന് ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നാൽ മാറാത്ത പക്ഷം അത് പ്രശ്നമാണ്. ഈ കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ എല്ലാവർക്കും എല്ലാം നടക്കുന്നുണ്ട്, നമുക്ക് മാത്രം ഒന്നും നടക്കണില്ല, നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകണില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും റിപ്രസ്ഡ് ആവും ബേസിക്കലി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഡ്രഗിലൊക്കെ പോയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ അതിനെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ലൈഫ് കാണുന്നതൊക്കെ ഷോയിങ് ഓൺലി ദ ഗുഡ് സൈഡ്. അപ്പോൾ നമ്മൾ അത് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പല ഫീലിങ്സ് ഉണ്ടാകാൻ ചാൻസ്. നമ്മളപ്പോൾ ഈ ഡ്രഗ്സ് ഒരു സൊല്യൂഷനായി കാണാതെ നമ്മളെ ലൈഫിന് അതെ വേറെ എന്ത് സൊല്യൂഷൻ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറണം. എൻ്റെ ഫ്രണ്ട് സോണില്ലേ, ഞാനുള്ളത് പറയാമല്ലോ, എൻ്റെ ഫ്രണ്ട് സോണിൽ ചെറുപ്പം മുതൽ ഈ ഒരു ഏജ് വരെ എത്തിയിൽ ഞാൻ കണ്ടെടുത്തോളം ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഓരോ വയസ്സ് കഴിഞ്ഞപ്പോഴും ഡ്രഗ്സ് യൂസേജ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നു. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ നാട്ടിൽ നല്ല തറവാട്ടിൽ വരുന്നത്, നല്ല തറവാട്ടുകാരാണ്, ആ നാട് മൊത്തം അറിയുന്നത്. അവർക്ക് നല്ല ഫാമിലിയാണ്. ഒരു കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അവരുടെ അടുത്ത് ആലോചിക്കുക ഈ പയ്യൻ എങ്ങനെയുണ്ട്. അങ്ങനത്തെ വീട്ടിലുള്ളൊരു പയ്യന്മാർ ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവരൊക്കെ എന്ത് കളിയാണ് കളിക്കാൻ. പക്ഷേ ബാംഗ്ലൂർ പോയി, അവിടെ പോയി, പല സ്ഥലത്ത് പോയി, എന്തൊക്കെയോ ഓലൊക്കെ അടിക്കുന്നത് വെച്ചിട്ടാ. നമുക്കൊന്നും എന്താ പറയുക, ഓരോ വീട്ടുകാർക്കൊന്നും ഇപ്പോഴും അത് അറിയില്ല. അതൊക്കെയാണ് നമുക്ക് സങ്കടം. ഞാനൊക്കെ പറഞ്ഞു കൊടുക്കും ഇതൊന്നും ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ വെച്ചിട്ടാ, ഇങ്ങനെ ഈ എത്ര ഏജ് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 28 വയസ്സ് 30 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ ഇത് മനസ്സിലാക്കിയ ഒരാൾ പിന്നെ അടിക്കില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇതിലോട്ട് ഇറങ്ങുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങളൊക്കെ കൂട്ടുകാരന്മാരെ സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫസ്റ്റായിട്ട് അടിച്ചതാണ് ഫസ്റ്റായിട്ട് എനിക്ക് ഏതാ അടിച്ചതെന്നൊന്നും അറിയില്ല. എൻ്റെ അപ്പം കോളേജിൽ പഠിച്ചിരുന്ന പാവം അവൻ അന്ന് രാത്രി തന്നെ ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച ആൾ ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്ന് എടുത്ത് ചാടി മരിച്ചു. ആദ്യമായിട്ട്. നമ്മളപ്പം ഓനായിട്ട് എനിക്കുള്ള മെമ്മറിയൊക്കെ ആലോചിക്കുമ്പോൾ ഓനൊരു പോസിറ്റീവ് നല്ല എനർജി ഉള്ളൊരു ചങ്ങായി. ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല ഓ അങ്ങനെ ചെയ്തു. എന്താ ഇപ്പം ഉണ്ടായത്, വീട്ടുകാർക്ക് പോയി, അല്ലാതെ എന്താ പറയുക. അല്ല ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ യൂസേജ് അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മളെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്ന സമയത്ത് അവിടെ റിസോർട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഓൻ്റെ വേറെ സർക്കിളിൽ ഓൻ്റെ +2 അല്ലെങ്കിൽ ഓൻ്റെ വേറെ നാട്ടിലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഫുൾ ഡേ. അവിടെ ഇതേപോലെ എങ്ങനെ റൂം കയറി ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇട്ടൊക്കെയാണ്. ഒരു 5-6 പേര് അവിടെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചെല്ലുക, കൊക്കൈൻ വലിക്കുക, പുറത്തിറങ്ങുക, പൂളിൽ പോവുക. ഞാൻ ആ റിസോർട്ടിൽ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അത് പിന്നെ കുപ്പികൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ മരിജോന റോൾ ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് അവൻ്റെ കല്യാണത്തിന്. ഞാനും അറ്റൻഡ് ചെയ്തൊരു ഇവൻ്റാണ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇത് വലിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈസൽ പറഞ്ഞ പോലെ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, നമ്മളത് കീപ്പ് ചെയ്ത്. കാരണം നമ്മളെ പേരൻസ് നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിടുന്നതും അല്ലെങ്കിൽ കോളേജിൽ നമ്മളെ പഠിപ്പിക്കാൻ വിടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിലുള്ള ത്യാഗങ്ങളുണ്ടല്ലോ, അവർ പലതും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കി തരുന്നത്. നമ്മളത് മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് ഞാൻ പലപ്പോഴും ഇത് ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. ഞാൻ പറയാം, അപ്പം നമ്മളെല്ലാവരും ഇതുപോലത്തെ സാഹചര്യങ്ങളുടെ വന്നു പോകുന്ന ആൾക്കാരാണ്. അതന്നെ പറയുന്നത്. പിന്നെ ഈ കൊക്കൈൻ എന്തായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവർ, അതെന്താ സാധനം? കൊക്കൈൻ്റെ കറക്റ്റ് സാധനം എന്താണെന്ന് അറിയില്ല.
ഈ ക്രിസ്റ്റൽ മെത്ത് മറ്റേ കുറേ കെമിക്കൽ സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഇതിലെന്തോ ഒരു ചാർലി സി എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെയാണ് ഈ പൊടികൾ ഇങ്ങനെ ഇട്ടിട്ട് എന്താ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത് മൂക്കിലൂടെ അങ്ങനെ കാരണം ഒരു ചേരുന്ന സാധനം അതൊക്കെയാണ് അത് പൊടിച്ചിട്ട് ഓരോന്നും ഓരോ കിക്ക. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരു ആർട്ടിസ്റ്റാണ് പുള്ളി, ഇങ്ങനെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ വരക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഓരോ ടൈപ്പ് ഡ്രഗ് അടിച്ചിട്ട് പുള്ളിയുടെ തന്നെ പോർട്രേറ്റ്സ് വരക്കുന്നത്. മലയാളിയല്ല, ഒരു US ബേസ്ഡ് ആണ്. അപ്പോൾ എന്നിട്ട് പുള്ളി, ഞാനതിങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്, ഒരു 8-10 ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ ഡ്രഗ് അടിച്ചിട്ടും പുള്ളിയുടെ വരച്ച ചിത്രങ്ങളുണ്ട്. അത് ചിലത് കളർഫുള്ളാണ്, ചിലത് എന്താ പറയുക ഇങ്ങനെ കുറച്ച് എല്ലാം വികൃതമാണ്, പക്ഷേ എക്സാക്ട്ലി പക്ഷേ പുള്ളിയുടെ ഒരു ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. ചിലത് ഇങ്ങനെ അബ്സ്ട്രാക്ട് പോലെ നമുക്കൊന്ന് മനസ്സിലാവും, കുറേ ലൈൻസ് കാര്യങ്ങൾ. ചിലത് പുള്ളി ഒരു സ്കെൽട്ടൺ പോലെ വരച്ചിട്ടുണ്ട്, ചിലത് ഈ കാർട്ടൂണിൽ നമ്മൾ സ്റ്റിക്കി മാനൊക്കെ അല്ലേ അതേപോലത്തെ സാധനം വരച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഓരോ ഡ്രഗ് ഉപയോഗിച്ചിട്ട് ഓരോ ഡ്രഗിൻ്റെയും പേര് പുള്ളി മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓരോ ഡ്രഗ് ഉപയോഗിച്ചിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞ ഓരോ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ പുള്ളിയെ തന്നെ ഇങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അത് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ ആൾക്കാരെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡ്രഗ് യൂസേജിന് മുന്നുള്ള അവരുടെ ഫേസും അതിലുള്ളൊരു മാറ്റം. കൊക്കൈനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഫേസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ല ഇതൊക്കെ അടിക്കാൻ തുടങ്ങുമ്പോൾ ഇത്ര നോക്കിയാൽ മതി, ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെ ആകും എന്നുള്ളതിന്റെ എവിഡൻസ് നമുക്ക് ഇപ്പൊ അത്രത്തോളം കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ജസ്റ്റ് നോക്കിയാൽ മതി എത്തിക്കുന്നുള്ളത് സുഖത്തിന് വേണ്ടിയിട്ട്. അതെ. അന്ന് സാൽ ഹബീബിനെ കൊടുന്ന നോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമായിരുന്നു. നിങ്ങൾക്കിത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു റീസൺ വേണം. അത് അവൻ്റെ പുള്ളിക്കാരൻ്റെ റീസൺ എന്തായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കി വീട്ടിലേക്ക് തിരിച്ച് കയറണം എന്നുള്ളതായിരുന്നു, വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. അതെ അതായിരുന്നു പുള്ളിക്കാരൻ്റെ റീസൺ. ഇതുപോലൊരു നല്ലൊരു റീസൺ വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡ്രീംസിനെ ബിൽഡ് ചെയ്യാനേ ആവും, അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിനെ നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞ ഒരു പ്രൗഡ് മൂമെൻ്റാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുട്ടികളുള്ള ആൾക്കാരുണ്ടാവും, ആ കുട്ടികളെ നാളെ ഒരാളെ മുമ്പിൽ വഷളാവരുത്. ഇവൻ ആ കള്ളുടിക്കണ്ട, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കണ്ട, അല്ലെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ അഡിക്റ്റായ ആളെ മക്കളാണെന്ന് പറയരുത്. അങ്ങനെയൊക്കെ ഒരു മൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനൊരാണ് കണ്ടാണ്ട് ജീവിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെ എനിക്കറിയാം അത് എത്രത്തോളം ഒരാളെ വിഷമമാക്കുന്നു. ഇപ്പോൾ നമ്മളൊന്ന് ഇൻവോൾവഡ് ആവാത്ത പല ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുടുംബത്തിലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ്റെ അനിയനാണെന്നൊക്കെ പറയുമ്പോൾ ഇന്നെ അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയണ്ട, ഞാൻ എങ്ങനെയാണെന്ന് അറിയണ്ട. പക്ഷെ അവൻ്റെ അനിയനാണ് ഡ്രഗ് യൂസ് ചെയ്യേണ്ട ആളെ അനിയനാണെന്ന് പറയുമ്പോൾ ആൾക്കാരെയാണ് ബാധിക്കാൻ പോണത്. അതെ, അവരെയാണ് ബാധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാൽ വീട്ടിൽ കാരണം ആർക്കൊരു ചീത്തപ്പേര് ഉണ്ടാക്കാതിരിക്കുക. അതെ, അതാണ്. പിന്നെ ചിലവരൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ എടാ ഇത് അടിച്ചു നോക്ക്, ഒരു വട്ടം അടിച്ചാൽ മതി, ഇപ്പം ഒന്ന് നിർത്താം, ഈ ഒരു ഒറ്റ തവണ നീ എടുക്കുക. അത് ഈ പ്രായത്തിൽ കുറച്ചുകൂടി കുറവായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10th 11th ആ ടൈമിലൊക്കെയാണ് ഒന്നുകൂടി ഈ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. എല്ലാവരും പോണതാണ് ഈ ഒരു ഫേസിലൂടെ അല്ലേ. പക്ഷേ ഈ ഒരു പ്രായത്തിൽ കുറച്ചുകൂടി കുറവായിരിക്കും തോന്നുന്നത്, അതല്ല ആഫ്റ്റർ 20s. ഇതൊക്കെ ചിലവർ ഇങ്ങനെ വിചാരിക്കണ്ട, ഇതൊക്കെ ഉണ്ടായാലുള്ളൂ ഞാനൊരു ആണാവുക, ഞാനൊന്ന് ഒരു ഹീറോയിസ്. അതല്ല ഇപ്പോൾ സ്കൂളിൽ എൻ്റെ കുടുംബത്തിലെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട്, ഓരൊക്കെ പറഞ്ഞത് 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. അത്രത്തോളം കൂടിയിരിക്കണത്. പണ്ട് ഞങ്ങളൊക്കെ ഈ 8ലും 10ലായപ്പം ഫോൺ കൊടുത്തിട്ട് പിടിക്കുക, ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പിടിച്ചിട്ടുണ്ട് സ്കൂളിൽ പണ്ട്, മറ്റേ നമ്മൾ ഫില്ലർ ഇട്ടാണ് ഇങ്ങനെ വെടിക്കുന്ന ഒരു സാധനം എന്നോട് ഉണ്ടാക്കണേ, അതൊക്കെയായിരുന്നു ബൂമർ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ അതേപോലെ ന്യൂസ് ചാനൽ ചർച്ചകളിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ന്യൂസ് ചാനൽ ചർച്ചയൊക്കെ കാണലുണ്ടായി. അപ്പോൾ അതിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ജെൻസി ഭയങ്കര മോശമാണ്, ജെൻസി ഈ കുട്ടികൾക്കിടയിലാണ് ഇത്രയും വലിയ അടിപിടി ഡ്രഗ് യൂസേജ് കാര്യങ്ങളൊക്കെ. അതിൽ ഒരു പയ്യനുണ്ട്, അവൻ്റെ പേരും ഓർമ്മയില്ല, ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ട് നല്ലോണം സംസാരിക്കുന്ന ഒരു പയ്യനാണ്. ഈ 2000 ജനിച്ച പയ്യനാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജെൻസി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, ശരിക്ക് ജെൻസിനെയാണോ കുറ്റപ്പെടുത്തുന്നത് അതോ നിങ്ങൾ 90s കിഡ്സിനെയാണോ കുറ്റപ്പെടുത്തുന്നത്? കാരണം നമ്മളാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലേ. നമ്മൾ വളർന്നു നമ്മളെ മക്കളായിട്ട് അല്ലെങ്കിൽ നമ്മളെ അനിയന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസിൻസായിട്ടാണ് ഈ ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ വളർന്നു വന്നിട്ട് അല്ലേ. അപ്പോൾ അവർ ഡ്രഗിന് അടിമപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവർ ഇതുപോലത്തെ ഡ്രഗ് അല്ലാതെ മറ്റിപ്പോൾ അടിപിടി കേസുകൾ നമ്മൾ ഒരുപാട്, ഇപ്പോൾ ഒരു പയ്യൻ ഇപ്പോൾ ഇന്നലെ ഞാൻ മരിച്ചു ഈ 10ാം ക്ലാസ്സുകാർ അടിപിടി കേസിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും ഡ്രഗ് ബേസ്ഡ് അല്ല, പക്ഷേ ഇങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റും ഉണ്ടാവാനുള്ള റീസൺ എന്താണ്? സമൂഹം ആണ് അവരെ അങ്ങനെ ആക്കിയത്. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോന്നാക്കുന്നത്.
അപ്പോൾ ഒരിക്കലും ഇത് ജെൻസിയുടെ തെറ്റല്ല, പകരം അവരുടെ മുന്നിലുള്ള ജനറേഷൻ്റെ തെറ്റാണ് അവർക്ക് ഈ ഒരു സാഹചര്യത്തിലൂടെ വരേണ്ടി വന്നത് എന്നാണ് ആ പയ്യൻ പറഞ്ഞു വെക്കുന്നത്. അത് വളരെ ഒരു വാലിഡ് പോയിന്റ് ആണ്. ശരിയാണ് അത്. അതെ, പിന്നെ അവർ വളർന്നു വരുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കണം ശരിക്കും, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ്, ഏതാണ് പിന്നെ ഇതെന്താ പറയുക, ഇത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇവർ പറയും തന്ത വൈബ് എന്ന് പറഞ്ഞു വരും. ഇതിനെതിരെ പറഞ്ഞൊക്കെ തന്ത വൈബ് അയക്കണം. ഇപ്പോൾ നാളെ നമ്മൾ ഡ്രഗ്സിനെതിരെ നമ്മൾ തുടക്കത്തിൽ ഏതോ എപ്പിസോഡിൽ ഇതിനെ പറ്റി ഒരുപാട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി ഇത് കൂളായിട്ട് പറയണം എന്നുള്ളത്. കാരണം ഇത് അടിക്കണവരൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അമ്മമാര് തന്ത വൈബ് ആക്കും എന്നുള്ളത്. കാരണം അങ്ങനെ അയക്കണിപ്പോ അത് ഇതിനെതിരെ സംസാരിക്കുക തന്തവായ്പ അയക്കണത്. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളെ വീഡിയോ കണ്ടിട്ട് എത്ര ആൾക്ക് ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് ഡ്രഗ് നിർത്തും എന്നുള്ളത് എനിക്കറിയില്ല അതിന്റെ പെർസെന്റേജ്. നല്ല കമ്മി. നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ വീഡിയോ കണ്ടിട്ട് ഡ്രഗ് അടിക്കുന്ന ഒരാൾ ചിലപ്പോൾ നിർത്തിക്കണമെന്നില്ല, പക്ഷെ അടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഈ ഇതുമായിട്ട് എക്സ്പോസ് ആവാൻ പോകുന്ന പിള്ളേർ ചിലപ്പോൾ ഓക്കെ ഒന്ന് ആലോചിക്കും, ഓക്കെ ഞാൻ ഇങ്ങനെ കേട്ടല്ലോ, ഇങ്ങനെ ഞാൻ ആവാൻ പോവുമല്ലോ എന്ന് എക്സ്പെക്ട് ചെയ്യും. അതുകൊണ്ട് ആ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെ, അത് പറ്റും. പിന്നെ അതന്നെ പറയുന്നത്. അപ്പോൾ ഈ 25,000 കോടിയുടെ ബിസിനസ് നടക്കുന്നതിൽ ഇനി ഇതിൽ വേറെ ഒരു കാര്യം എന്താ വെച്ചിട്ടാ, ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഓനക്ക് ഏത് ഡ്രഗ്സ് എടുക്കുമ്പോഴും അവൻ്റെ ചുണ്ട് വറക്കണം, അങ്ങനത്തെ നിയമങ്ങൾ വരണം. മനസ്സിലായോ? അത് ഈ ഡ്രഗിൻ്റെ കാര്യത്തിൽ ചെയ്യട്ടെ. വേണമെങ്കിൽ തൃശ്ശൂർ സെൻട്രലിൽ പോയി കണ്ട് ഇവരെ കെട്ടി തൂക്കട്ടെ, ആൾക്കാർ കാണട്ടെ, അങ്ങനെയൊക്കെ നടക്കട്ടെ. അതിനൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അല്ല അതന്നെ ഇപ്പോൾ പല അങ്ങാടികളിലും ഇപ്പോൾ ഫ്ലെക്സ് ഒക്കെ വെച്ച് കൊടുക്കും. മീൻസ് ഫ്ലെക്സ് വെക്കുന്ന ഉദ്ദേശിച്ചത് അവിടുത്തെ ആ ഒരു നാട്ടിലെ സമുദായം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ക്ലബിന്റെ അണ്ടറിലെ ആൾക്കാർ അവർ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല, അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ നാട്ടുകാർക്കും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ സദാചാരം എന്ന് പറഞ്ഞിട്ട് അവരകത്താക്കും. ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ സപ്ലൈസിനൊക്കെ പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വല്ല മരുഭൂമിയിലും കൊണ്ടുപോയിടുക, അവിടെ ജയിലുണ്ടായിട്ട്. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം ഒരു നേരം മാത്രം കൊടുക്കുക, എന്നിട്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ടി വിയിൽ ഇങ്ങനെ കാണിക്കുക. ഇതേക്കാര അവസ്ഥ എന്നുള്ളത് ഇവരിങ്ങനെ അറിയണം. അങ്ങനത്തെ ഒരു നിയമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുത്തനും ഇവിടെ ഡ്രഗ് ഉപയോഗിക്കില്ല. പക്ഷേ 25,000 കോടിയുടെ ബിസിനസ് നടക്കുന്നിടത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഞാൻ കംപ്ലീറ്റ് കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ അറിഞ്ഞ് കളിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിലില്ലാത്തതൊന്നും ഒരിക്കലും നടക്കില്ല. ശരിയാണ്. അല്ല നിങ്ങൾ പറഞ്ഞത് ആ ഒരു പോയിന്റ് കുറച്ച് വാലിഡ് തന്നെയാണ്. അതായത് ആൾക്കാർ കാണണം നമ്മൾ പണിഷ്മെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡ് മുന്നേ നമ്മളൊരു പയ്യനെ പറ്റി സംസാരിച്ചു. ആ പയ്യൻ ആത്മഹത്യ ചെയ്തത് റാഗിങ്ങിന്റെ കേസിൽ. അത് കഴിഞ്ഞ് വേറെയും 1-2 റാഗിങ് കേസുകൾ വന്നു. അതിനുശേഷം ആ കേസ് എന്തായിരുന്നു, ആ പയ്യന്മാർക്ക് അതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തു എന്നോ ആരും ഒന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പൊതുവെ പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച ഷാബാസിൻ്റെ കേസിലാണെങ്കിലും അവനെ അങ്ങനെ ആക്കി അല്ലെങ്കിൽ അവനെ ഇടിച്ച ആ പയ്യന്മാരെ ഇപ്പോൾ കെയർ ഹോമിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് കണ്ടായിരുന്നു. അവർക്ക് നാളെ SSLC എക്സാമാണ്, എക്സാം എഴുതാൻ വേണ്ടി അവർക്ക് വിടും, ലൈക്ക് എക്സാം അവർക്ക് എഴുതാം, പക്ഷേ അവർ കെയർ ഹോമിലേക്ക് തന്നെ മാറ്റുന്നു. പക്ഷേ അവരുടെ അവിടുത്തെ ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് സമൂഹം കാണണം. അല്ലെങ്കിൽ ബാക്കി മറ്റുള്ള കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ എത്രത്തോളം ഇതിന് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ മാത്രമേ ഇവർക്ക് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാം. നാളെ ഞാനൊരാളെ ഇടിക്കാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവണം, ഓക്കെ ഞാനിത് ഇടിച്ച് പിടിക്കപ്പെട്ടാൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഞാനത് അറിയുന്നില്ല, ആ പിള്ളേരെ പിടിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു ഒന്നും അറിയുന്നില്ല, ഞാൻ ഇതിൻ്റെ ഒരു തീവ്രത അറിയുന്നില്ല ഈ പണിഷ്മെൻറ്റിൻ്റെ ഒന്നും. അതാണ്. പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മൈനറായ ആൾക്കാർ ഒരിക്കലും പ്രസ് റൂമിൽ കുട്ടികളുടെ ഭാവി സംഭവം ശരിയാണ്. പക്ഷെ ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ലൈക്ക് ഇപ്പോൾ ഓക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പോസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് വേറെ കുട്ടികൾ കാണാണ്ട് ഇങ്ങനെ ചെയ്തു, അത് അവരുടെ ഭാവി കമ്പം ശരിയാണ്. പക്ഷെ ഇതല്ലെങ്കിൽ വേറെ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അതെനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞാനതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത്. അതെങ്ങനെ നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ പറയും, അതല്ലാതെ വേറെ സൊല്യൂഷൻ. ഒന്നെങ്കിൽ ഇവരെ എടുത്തിട്ട് അടിക്കേണ്ടതൊക്കെ എങ്ങനെ ലൈവ് വീഡിയോസ് ഇടുക. ഇത് അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന്റെ പിന്നിൽ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പോയി ഈ പിള്ളേരെ അങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതിന്, കാരണം ഈ അവരുടെ ഭാവി കാര്യങ്ങൾ അതൊക്കെ അവരല്ല ഇത് കൊടുക്കുന്ന ആൾക്കാരില്ലേ, ഓലെ പിടിച്ചിട്ട് അടിക്കണ്ടേ. ഓല് നോർമലായി കാര്യം എന്തായാലും ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടാവില്ല. അല്ല ഈ ഡ്രഗിന്റെ കേസല്ലേ, ഇപ്പൊ ഈ പിള്ളേരുടെ കേസിൽ ഒരു ഡ്രഗ് അടിച്ചിട്ടൊന്നും അല്ലല്ലോ, അതൊക്കെ ഒരു 10ാം ക്ലാസ്സിന്റെ വാശി അല്ലെങ്കിൽ ചെറിയൊരു ഇതിന്റെ പുറത്തിൽ ചെയ്തതാണ്. അവരെ എക്സ്പോസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബേസിക്കലി എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇങ്ങനെ ഇനിയും
ഇപ്പോൾ ഇവരെ പിടിച്ചു, ഇനിയും ബാക്കിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനിയും 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ഇതിൽ നിന്ന് എന്ത് നമുക്ക് സമൂഹത്തിന് ഇവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ലൈക്ക് അതിന് എനിക്കൊരു പോയിന്റ് ഇല്ല, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായി വയലൻസ് മൂവീസ് ഇറങ്ങുമ്പോൾ അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാർക്കും ഇറങ്ങി, വേറെ കുറേ മൂവീസ്, അനിമൽ ഇറങ്ങി. നിങ്ങളെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ചിട്ട്? മൂവീസ് ഇപ്പോൾ കുറച്ചുകൂടി യങ് ജനറേഷൻ ആണെങ്കിൽ വലിയ രീതിക്ക് തന്നെ അവരുടെ ചിന്താഗതിയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളത് തന്നെയാണ് മൂവീസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മൂവീസ് ഒന്നുകൂടി അഗ്രഷന് ഉണ്ടാക്കാൻ ഒരു ഫാക്ടറാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾ പറയുന്നുണ്ടായി 12th ഫെയിൽ കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ എന്താണ് ആവുന്നുണ്ട് IPS ആവുന്നുണ്ടോ ചോദിച്ചു. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇൻസ്പയർ ആവുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരാൾക്ക് 12th ഫെയിൽ കണ്ടിട്ട് ഇൻസ്പയർ ആയ ഒരു IPS ആവണമെന്നുണ്ടെങ്കിൽ ടൈമാണ് അത്രയും, പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ടൈം എടുക്കും. നേരെ മറിച്ച് അനിമൽ കണ്ടിട്ടോ അല്ലെങ്കിൽ മാർക്കോ കണ്ടിട്ടോ ഒരാളെ പോയി അടിക്കണം എന്നുണ്ടെങ്കിൽ അവനക്ക് 5 മിനിറ്റ് മതി ആ തീരുമാനം എടുത്ത്. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് അല്ല ആ ഒരു കാര്യം ചെയ്യാനുള്ള ഡോപ്പമൈനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഓനക്കായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര പോരെ. നമ്മളൊരു പടം കണ്ടിറങ്ങി തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ അതിന് കിട്ടുന്നൊരു മോട്ടിവേഷൻ എത്ര നേരം ലാസ്റ്റ് ചെയ്യും. ആ ലാസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് എനിക്ക് എന്തായാലും IPS ചെയ്തെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത് ഒരാളെ കൊല്ലാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് ആ ടൈം മതി. എന്നാൽ പ്രേമൊക്കെ ഇറങ്ങിയ ടൈമിൽ മുണ്ടൊക്കെ മടക്കി കുത്തി അടി ഉണ്ടാക്കാൻ പോയതിനെ കുറെ ആൾക്കാർ അല്ല അതൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. 100% ഇൻസ്പയർ ആവുന്നതന്നെ എനിക്കും മനസ്സിലാക്കില്ല. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ഫിലിം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ ഫിലിമിന്റെ ഒരു വേവ് ലെങ്ത്തിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു എന്താ ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക് ബേസിക്കലി. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ലാസ്റ്റിംഗ് അല്ല. പക്ഷെ അത് ഇങ്ങനെ ഒരു കൊല്ലാൻ പോകണ്ടോ ആ ഒരു ടൈം മതി എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു അടിക്കാൻ പോകണ്ടോ ആ ഒരു ടൈം മതി. മനസ്സിലായോ? അല്ലാതെ പിന്നെന്താ IPS ചെയ്തെടുക്കണ്ടോ ആ ടൈം പോരാ. കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വേറൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ഹസിൽ മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ ഒന്നുമല്ല. നമ്മൾ ആ ഒരു ഫ്ലോറിനനുസരിച്ച് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക, മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഒരു 70-80% ആൾക്കാരും പോകുന്നുണ്ടാവുക കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് 4 ആളുടെ ഇടയിൽ ഷോ ഇടാനൊക്കെ നമുക്ക് തോന്നും. അത് തോന്നൂല എന്ന് ആർക്കും റോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നും 4 ആളുടെ ഇടയിൽ ഷോ ഓഫ് ചെയ്യണം, 4 ആൾ അറിയണം, കോളേജിൽ കുറച്ച് എന്താ പറയുക മെയിൻ ആവണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ മൂവീസൊക്കെ ടൈമിൽ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓഡിയോ ക്ലിപ്പ് തന്നെ പുറത്തേക്ക് വന്നില്ല. ഇപ്പോൾ മരിച്ച ഷാബാസിന്റെ അവരെന്നെ പറഞ്ഞത് ഞാൻ കണ്ണും ഇടിച്ചു കുത്തി ഒരു അത്രക്കും അഭിമാനത്തോടെയാണ് പറഞ്ഞത്. ഞാൻ അവനെ കൊല്ലും പറഞ്ഞിട്ടൊക്കെയാണ് അവന് ഓഡിയോ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചിട്ടാ പാരിസ, ഇതേപോലെ ഇതിപ്പോൾ ആ കുട്ടി മരിച്ചോണ്ടാണ് നമ്മൾ അറിഞ്ഞ. അതെ, ഇതേപോലെ പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ വരുന്നുണ്ട്. മറ്റവനെ നാളെ പൂസണം, എൻ്റെ ജൂനിയറിനെ പൂസണം. നമ്മൾ അന്ന് റാഗിങ്ങിൻ്റെ ഞാൻ പറഞ്ഞിട്ട് ആരൊക്കെ റിയാക്ട് ചെയ്തിരുന്നു. റാഗിങ് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം. ഈ ജൂനിയർ സീനിയർ എന്നുള്ള ഈ വേർതിരിവുണ്ടല്ലോ അതാദ്യം കേരളത്തിൽ നിർത്തണം. അല്ലാത്ത പക്ഷം ഇതങ്ങനെ തന്നെയാണ്. ഈ കോളേജിൽ മാത്രമല്ല, അത് ഇപ്പോഴത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ബാങ്കിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, അയാളെ താഴെയുള്ള പിന്നെ വർക്കറിനെ കൊണ്ട് വീട്ടിലെ പിന്നെ ഭാര്യയ്ക്ക് അത് മേടിച്ചു കൊടുക്കുക, മറ്റേ മേടിച്ചു കൊടുക്കുക, അത് ചെയ്യിപ്പിക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക, പിന്നെ വെള്ളം ചെടി നനപ്പിക്കുക. ഒരു നല്ലൊരു സിസ്റ്റർ ഇവിടുന്ന് വന്നപ്പോൾ ആ സിറ്റി ടൂറിന് കൊണ്ടുവെക്കുക. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് റാഗിങ് തന്നെയാണ്. അത് അല്ല നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഇങ്ങനത്തെ ഒരു ഹൈറാർക്കി സിസ്റ്റം. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ ഇവിടുത്തെ കോളേജിലൊന്നും റാഗിങ് എന്ത് റാഗിങ്, ജൂനിയർ സീനിയർ എന്നുള്ളൊരു വേർതിരിവ്. ഇപ്പൊ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ഹൈറാർക്കി ഇല്ല. ഞാനിപ്പോ എന്റെ ബാൻഡ് 3 മാനേജറിനോട് സംസാരിക്കും, നമ്മൾ ഒരേ ഫ്രണ്ട്സ് ആ വേവ് ലെങ്ത്തിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഓരോരിക്കലും നമ്മളെ മാനേജറാണ് ഞാൻ നിങ്ങളെക്കാട്ടിലും മേലെ എന്നുള്ളൊരു അഹങ്കാരത്തോടുകൂടി ഒരിക്കലും സംസാരിക്കൂല. ഒരു പക്ഷേ നമ്മൾ ആ ലെവലിൽ നിന്നിട്ട് നമ്മളെക്കാട്ടിലും താഴ്ന്നിട്ടൊക്കെ ചില സമയത്ത് സംസാരിക്കുക, നമ്മളത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ റാഗിങ് ഒക്കെ ഏത് ടൈപ്പ് ആയിരുന്നു? നിങ്ങൾക്ക് കിട്ടിയ റാഗിങ് ഒക്കെ നിങ്ങൾ അല്ല ഞാൻ പറയട്ടെ, എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ റാഗിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു റെഡ് ലൈൻ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അതായത് എന്താ എത്ര വരെ ചെയ്യാം, ഇതിനൊക്കെ എന്ത് വരെ ചെയ്യാം ഇതിനൊക്കെ ഒരു കൈൻഡ് ഓഫ് റെഡ് ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും വലിയ റാഗിങ് കിട്ടിയിട്ടില്ല. അടി കിട്ടിയിട്ടുണ്ട് ഇല്ല പറയാലോ, എന്താ അതുപോലെ പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയാ നമ്മുടെ ആൾക്കാർ തന്നെയാണെന്നുള്ളൊരു രീതിക്കാണ് നമുക്ക് പറയട്ടെ. ഈ റാഗിങ് ചെയ്ത സീനിയേഴ്സിന് നമുക്കൊരു പ്രശ്നം വന്നാൽ അവർ കൂടെ നിൽക്കുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ സീനിയറിന് ഓക്കെ റാഗിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ മൂപ്പർക്ക് കുറച്ച് പൊറാട്ടയും ബീഫും വാങ്ങി കൊടുത്തു ഞാൻ വിചാരിച്ചോളൂ. പക്ഷെ എന്നാലും എനിക്ക് അപ്പോഴും അവർ തരുന്നൊരു സെക്യൂരിറ്റി ഉണ്ട്. അതായത് എന്താ പറയാ, എനിക്കിനി വേറെ കോളേജിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ വേറെ എന്തിനും അവരുണ്ടാവും എന്നുള്ളൊരു സെക്യൂരിറ്റി അവർ
അവർ തരാൻ പറ്റി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു പ്രശ്നം അതെ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട്. നമ്മളെ ജൂനിയേഴ്സിനോടാണെങ്കിലും അങ്ങനെയാണ്, അത് കോളേജ് പഠിച്ചവർക്കുള്ള മനസ്സിലാവും. അതായത് ഈ ഈവൻ കോളേജിന്റെ ഉള്ളിൽ ജൂനിയർ സീനിയർ എന്നുള്ളൊരു വേർതിരിവുണ്ടെങ്കിലും കോളേജ് ഒറ്റക്കെട്ടായിട്ട് പുറത്ത് അങ്ങനെ നിൽക്കുന്നത് ഇതുണ്ട് അല്ലേ. ഓക്കെ, ഞാനൊക്കെ ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയ റാഗിങ് പറഞ്ഞാൽ കുടുക്കിടാനും പാട്ട് പാടാനും ഇതല്ലാതെ അതിൻ്റെ അപ്പുറം ഉണ്ടായിട്ടില്ല. തല്ലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാവും ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുള്ളൂ, അതിൻ്റെ അപ്പുറം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അപ്പുറം ഇല്ല അവിടെ വേറൊന്നും. അപ്പോൾ അങ്ങനത്തെ റാഗിങ് അതന്നെ എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടുമ്പോൾ ഇത് ഭയങ്കര പേടിയായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവം, ഇവരൊക്കെ ഫേസ് ചെയ്യാം. പിന്നെ അങ്ങനെ മാറി കുറച്ച് ഇവരൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു പേടി മാറി. പിന്നെ അതാണ് ഞാൻ പറയാം. ഇപ്പം എൻ്റെ കേസ് തന്നെ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റാങ്കിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ആ റാങ്കിങ് കിട്ടിയത് നന്നായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ സീനിയേഴ്സായിട്ട് ഞാൻ കൂടുതൽ കണക്റ്റഡായി. പിന്നെ കോളേജിലാണെങ്കിലും നമ്മുടെ അക്കാഡമിക്സിലാണെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഒക്കെ അവരോട് ചോദിക്കുക. അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ്, നമുക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങൾ, കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും ക്യാമ്പുകൾ അല്ലെങ്കിൽ കോളേജിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരിക, ടെക് ഫെസ്റ്റ് വരിക, ഇങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഒരു കൈൻഡ് ഓഫ് അവർ നമുക്ക് പലതും പറഞ്ഞു തരും, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക. അങ്ങനെ ആ റാഗിങ് ചെയ്ത സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് നല്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ഓരോ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കോളേജുമായി ബന്ധപ്പെട്ടിട്ടും പുറത്തുനിന്നും പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ജോലിൻ്റെ കാര്യമായിട്ടും ഒക്കെ അങ്ങനത്തെ ഒരു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും തേർഡ് ഇയറും ഫോർത്ത് ഇയറൊക്കെ ആയ സമയത്ത് അവർ അന്ന് റാഗ് ചെയ്തതുകൊണ്ട് എനിക്ക് അവരായിട്ട് കൂടുതൽ കമ്പനി ആവാൻ പറ്റി, കൂടുതൽ സംസാരിക്കാൻ പറ്റി, കൂടുതൽ എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ബേസിക്കലി എൻ്റെ കേസിൽ. പക്ഷേ ഇപ്പോഴത്തെ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യിപ്പിക്കുക, നക്കിപ്പിക്കുക, അങ്ങനത്തെ എന്തൊക്കെ ഇപ്പോൾ നടക്കണത് പച്ചങ്ങോട്ട് പിടുത്തം വിട്ടാണ്. അതൊക്കെ എങ്ങനെയാ ആള് മറക്കല്ലേ. അതാണ് ഈ മലർ മിസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ റാഗിങ് വേണം, കോൺഫിഡൻ്റ് ആയി നിൽക്കാൻ. ആ ഒരു റാഗിങ്ങിന്റെ അതൊരു രസത്തിലുള്ളത്. പക്ഷെ അതൊക്കെ മാറി ഇപ്പം ഇന്ന് എവിടെ കിടക്കുന്നത്. അതാണ് പറഞ്ഞത്, ആ റാഗിങ് ഒന്നും ചെയ്യരുതാരും, അങ്ങനെയൊന്നും റാഗിങ് തന്നെ ചെയ്യണ്ട ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മൈൻഡ് ഉണ്ടെങ്കിൽ അത് ഓൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യം അത്ര തന്നെ പറയാനുള്ളത് അല്ലേ. ആൾക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക. ഞങ്ങൾക്കൊക്കെ ഇൻസ്റ്റാഗ്രാമില്ല അല്ലേ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളി, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഈ കാര്യത്തിനൊക്കെ വേണ്ടി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പോൾ നമുക്കതിന് എന്തെങ്കിലും ഒരു ഗസ്റ്റിനെ കൊണ്ടുവരണല്ലേ, ഇതിന്ന് പുറത്തേക്ക് വന്ന് അവൻ്റെ ലൈഫിലുണ്ടായ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതെ, നമ്മൾ അറിയിക്കുക. അതേപോലെ ഈ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് പഠിക്കേണ്ട കാര്യമാണ് ഇതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ചില ഭാര്യമാർക്ക് ഭർത്താക്കൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് അറിയേണ്ട വഴികൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കിയെടുക്കുക. അതേപോലെ തന്നെ വീട്ടിൽ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരിത് മനസ്സിലാക്കിയെടുക്കുക, എങ്ങനെയാണിത് പിന്നെ ഇതിൻ്റെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ നമ്മൾ അവിടെ ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ കാർട്ടൽസ് അവരെ സ്റ്റോറീസ് ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ അടുത്ത് അവർ കാർട്ടൽസ് മറ്റേത് സബ്മറൈൻസൊക്കെ അവർ മെക്സിക്കൻ എന്താ പറയുക ഉൾക്കാടുകളിൽ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ റിവർ വഴി കൊടുന്ന് പിന്നെ സ്പെയിനിലോട്ടൊക്കെ ഇത് ഡ്രഗ്സ് എത്തിക്കേണ്ട ഇതുണ്ട് ഡോക്യുമെൻ്ററീസ്. അപ്പോൾ അവരുടെ അടുത്ത് അത്രയും ഈ സബ്മറൈൻസ് ഉണ്ടാക്കാനുള്ള എൻജിനീയേഴ്സ് ഉണ്ട്, അത്രയും അഡ്വാൻസ്ഡ് സബ്മറൈൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് 7-8ഓളം ഡിഫറെൻറ്റ് വേ ഓഫ് സബ്മറൈൻസ് അവർ ഡിഫറെൻറ്റ് രീതിയിലുള്ള സബ്മറൈൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കപ്പെടുമ്പോഴുള്ള അറിയാം ഇതുവരെ അടുത്തുള്ള സബ്മറൈൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ഈ രീതിയിലൊക്കെ സാധനങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലിത് എങ്ങനെ എത്തണമെന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകും, പിടിക്കപ്പെടാനല്ലേ ഇത് അറിയുള്ളൂ. ഇപ്പോൾ അടുത്ത ആപ്പിള് ആഫ്രിക്കയിൽ നിന്ന് അവിടുന്ന് ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആപ്പിൾ ഏതൊരു ഫ്രൂട്ട് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള ഒരുപാട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഓരെങ്ങനെ ഇത്ര പൈസയിൽ ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ അത് പിടിക്കപ്പെട്ടപ്പോഴാണ് ഇവരെ മെയിൻ ഇമ്പോർട്ടിങ് അതിൽ ഡ്രഗ്സ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ ട്രംപിൻ്റെ ക്യാബിനറ്റ് ഇപ്പോൾ വന്നപ്പോൾ അവർ കൂടുതലായിട്ട് പറയുന്നത് കാർട്ടൽസിനെ ഒതുക്കണം എന്നാണ്. അതായത് മെക്സിക്കൻ കാർട്ടൽസും അതേപോലെ കുറേ ഈ ഗാങ്സ്റ്റർ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ M13 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൽ സാൽവഡോർ ബേസ്ഡ് ആയിട്ടുള്ള കാർട്ടൽസൊക്കെ ഉണ്ട്. അവരൊക്കെ ഒതുക്കിട്ടോ. എൽ സാൽവഡോർ അവരൊക്കെ
ജയിലിലാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക ജയിലുകളിലൊന്നിപ്പോൾ അവരെ രാജ്യത്താണ്. നമ്മളിതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞതാണ്. അത്രയും ആൾക്കാരാവും ആ ജയിലിൻ്റെ ഡോക്യുമെൻ്ററി ഒന്ന് കാണണം. എങ്ങനെയാണ് ഒരു സെല്ലിലൊക്കെ എത്ര ആൾക്കാരെ ഇതാക്കിയിട്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നൊരു ജയിൽ. ഫുള്ള് ഈ M13 എന്ന് പറഞ്ഞ ഗ്യാങ് മെമ്പേഴ്സ്, വേറെ ഗ്യാങ് മെമ്പേഴ്സ് മൊത്തത്തിൽ ഒതുക്കാൻ പറ്റി ആ രാജ്യത്ത്. ലീഗൽ ടെൻഡർ ബിറ്റ്കോയിൻ ആക്കി. ടെതറില്ലേ, അവരെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങോട്ട് മാറ്റി. അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഈ കാർട്ടൽസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രംപ് ബോർഡേഴ്സൊക്കെ സെക്യൂറാക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രംപ് റീസെൻ്റ്ലി ഒരു പിന്നെ ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തുടങ്ങി. പെർമനൻറ്റ് റെസിഡൻസ് കാർഡ്. അതായത് $5 million കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് കാർഡ് കിട്ടും. 43 കോടി ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, അതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീൻ കാർഡ് പോലെ തന്നെ വിസൻ്റെ ഫങ്ഷനൊക്കെ പിന്നെ 5 years 10 years കഴിഞ്ഞാൽ പിന്നെ ഇതിന് സിറ്റിസൺഷിപ്പിന് വേറെ അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, ഓഫറുകളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ഈ 5 million കൊടുത്ത് വരുന്നത് എന്തായാലും പണക്കാരായിരിക്കും. അവർ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ട്രംപ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത്രത്തോളം. അതെ. അപ്പോൾ ഈ പിന്നെ ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഈ ഒരു പ്ലാൻ അടിപൊളിയാണ്. ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ പോർച്ചുഗലിലൊക്കെ ഉണ്ട്. $500,000 പിന്നെ ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും, അവിടുത്തെ PR കിട്ടും. ബില്യണേഴ്സിന് ഇത് കുറേ ആൾക്കാർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ബില്യണേഴ്സ് ഒരുപാടുണ്ടല്ലോ. അവർക്ക് കുറേ പിന്നെ അവരെ കൊളീഗ്സിന്, അതേപോലെ പിന്നെ അവരെ ഫാമിലി മെമ്പേഴ്സിന്, ഫ്രണ്ട്സിന്, ഇവർക്കൊക്കെ ഇത് ഓഫർ ചെയ്യാൻ പറ്റുന്ന ട്രംപ് കാണുന്നുണ്ട്. മനസ്സിലായോ? അതന്നെ. അപ്പോൾ ട്രംപ് 10 million ഇതാണ് വിൽക്കാൻ പ്ലാൻ എടുക്കേണ്ടത്. 50 trillion. ഇപ്പോൾ ഇതുപോലെ കുറേ രീതിയിൽ ഇത് ഒരു ഫണ്ട് റേസിംഗ് ആണ് അവർക്ക് ബേസിക്കലി. അതേപോലെ തന്നെ വേറെ രീതിയിൽ കുറേ സ്ഥലത്ത് ഫണ്ട് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ ഡോഗി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. അപ്പോൾ അത് വെച്ചിട്ട് അവരിപ്പോൾ റീസെന്റ് ഫെഡറൽ വർക്കേഴ്സ്, അവിടുത്തെ ഈ നോർമൽ വർക്കേഴ്സിന്റെ അടുത്തൊക്കെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എലൺ മസ്ക്. അതായത് അവരെന്താണ് കഴിഞ്ഞൊരു വീക്കിൽ ചെയ്തത് എന്നുള്ളത് അവർക്ക് റിപ്ലൈ ഇമെയിൽ കൊടുക്കണം. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ബി ടെർമിനേറ്റഡ് വിത്തിൻ 48 hours എന്ന് പറഞ്ഞിട്ട്. അതായത് അത്രയും ആൾക്കാർക്ക് വേജസ് കൊടുക്കണം. കുറേ ഇപ്പോൾ അവരെന്താ കാണുന്നത് വെച്ചാൽ കുറേ പേര് ഇതുപോലെ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാത്ത ജോലികൾ ഉണ്ടാവില്ല, ചെറിയ ജോലികൾ, അതിനൊക്കെ സാലറി മേടിച്ച് അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ചും കൂടിയും ഈ ആൾക്കാരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വേജസ് സേവ് ചെയ്യാൻ പറ്റും, പൈസ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവരത് കാണുന്നത്. അതായത് ഈ എലൺ മസ്കിൻ്റെ കുറേ രാഷ്ട്രീയ പിന്നെ തന്ത്രങ്ങൾ എനിക്കിഷ്ടമല്ലെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡോജിൽ അയാൾ പിന്നെ വന്ന ശേഷം വർക്കിംഗ് ചെയ്ത ശേഷം ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഫണ്ട് വേറെ സ്ഥലത്തേക്ക് പിന്നെ കൊടുക്കുന്നതൊക്കെ അവർ ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കി ഇതൊക്കെ എന്തിനാണ് ഇത്രത്തോളം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് മഗ്ഗില്ലേ, നമ്മൾ വെള്ളം കുടിക്കുന്ന ചായ അടിക്കുന്ന മഗ്, അതിനുവേണ്ടി $30 million ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻസ്, സ്കോളർഷിപ്പുകൾ, ഇതൊക്കെ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ചില റിസർച്ചിനൊക്കെ അതിന് ആവശ്യമില്ലാത്തതിലും കൂടുതൽ ഫണ്ട് ഈ ചില PhD റിസർച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ പല സ്ഥലങ്ങൾ അത് അത്രയും ഫണ്ട് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറേ ഗ്രാൻസുകളൊക്കെ ഇവരെന്ത് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇവരതൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ വേറെ ഇതുമായി ബാധിക്കപ്പെട്ട വേറൊരു സീൻ കൂടി ഉണ്ട്. ഇന്ത്യയിൽ നമ്മളെ US എയ്ഡ് എന്ന് പറയും. അതായത് US ഈ പുറത്തേക്കുള്ള അവർ ഫണ്ട് കൊടുത്ത് ചെയ്യുന്ന പരിപാടികൾ. അതിൽ ഇന്ത്യയിൽ ഒരു മൈത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ക്ലിനിക്ക് ഉണ്ട്. അത് 1 അല്ല 3 ചൈനയായിട്ടുള്ള. അത് ഹൈദരാബാദും പൂനെയിലും പിന്നെ കല്യാൺ എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ചെയിൻ ഓഫ് ക്ലിനിക്ക് ഉള്ളത്. ഇത് ട്രാൻസ്ജെൻഡർ സ്പെസിഫിക് ക്ലിനിക്കാണ്. അവർക്ക് ട്രാൻസ്ജെൻഡേഴ്സ് പരമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അസുഖങ്ങളും ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇതായിട്ട്, അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ പിന്നെ HIV, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ പൊതുവെ കണ്ടുവരുന്നതാണ് HIV. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പക്ഷേ ഇത് ഫണ്ട് ചെയ്തിരുന്നത് US ആണ്. US എയ്ഡ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന ഫണ്ടിങ് ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് സ്റ്റോപ്പ് ചെയ്തു, ഇത് ഫ്രീസ് ചെയ്തു. ഇത് ഫ്രീസ് ചെയ്തപ്പോൾ ഈ ക്ലിനിക്ക് ഇപ്പോൾ പൂട്ടേണ്ടി വന്നു. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇതിനൊരു ഫണ്ടിങ് ഇല്ല, അപ്പോൾ പൂട്ടേണ്ടി വന്നു.
അപ്പോൾ ഇത് പൂട്ടേണ്ടി വന്ന സമയത്ത് ഇതിൻ്റെ ഒരു അനാലിസിസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെക്കിങ് നടത്തുന്ന സമയത്ത് മനസ്സിലായത് ഈ US എയ്ഡ് വഴി വന്ന ഫണ്ടിൽ $21 മില്യൺ എങ്ങാണ്ട് ഇന്ത്യയിൽ എലക്ഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ട്രംപ് പറയുന്നത് എൻ്റെ ഫ്രണ്ട് എലൻ മസ്ക് പറഞ്ഞതാണ്. എലൻ മസ്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യക്ക് അയച്ചതോ അങ്ങനെ എന്തോ അവർ ഓഡിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ് ഈ പിന്നെ ഇത്രയും ഫണ്ട്സ്. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ അടുത്ത് മിസ്റ്റേക്സും പറ്റിയിട്ടുണ്ട്. അതായത് അവർ എലൻ മസ്ക് വന്നിട്ട് പറഞ്ഞു ഗാസയിലോട്ട് $50 മില്യൺ കോണ്ടംസ് മേടിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഗാസയിലോട്ട് എന്തിനാ എത്ര തവണ 50 മില്യൺ? അപ്പോൾ മൊസംബിക്ക് എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിലുള്ള സ്ഥലത്തുള്ള ഗാസയിലാണ് ഈ പറയുന്നത്. അങ്ങോട്ടാണ് പിന്നെ അവിടുത്തെ ഗാസയിലോട്ടാണ് അയച്ചിട്ടുള്ളത്. അവിടെ ഈ HIV ഇതിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിട്ട് അങ്ങോട്ടാണ് ഇത് അയച്ചിട്ടുള്ളത്. അപ്പം എന്നിട്ട് അത് അപ്പോളജൈസ് ചെയ്തു എലൻ മസ്ക്, ഞങ്ങളടുത്ത് മിസ്റ്റേക്ക് വന്നിട്ട്. അതേപോലെ കുറെ ഈ എയ്ഡ്സ് സ്പ്രെഡിങ് ചെയ്യുന്ന സ്ഥലങ്ങളിലോട്ട് ഇവരിങ്ങനെ കുറെ ഫണ്ട്സ് അയച്ചൊക്കെ ഇയാൾ കട്ട് ചെയ്ത് ഇതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ എന്തിനാന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിനൊക്കെ ആൾ പറഞ്ഞു ഓക്കെ ഞങ്ങളടുത്ത് മിസ്റ്റേക്ക് പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ US ഈ ഫണ്ടിന്റെ കേസിൽ നല്ലൊരു ക്ലീനപ്പ് തന്നെ ഇപ്പം നടന്നുണ്ട്. കാരണം അത്രയും മൈന്യൂട്ട് ലെവലിൽ വരെ അവരിതിനെ അനലൈസ് ചെയ്ത് അമേരിക്ക ഫസ്റ്റ് പോളിസി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പോൾ അമേരിക്കനെ ഒന്ന് ഡെവലപ്പ് ആക്കുക, ഒന്നും കൂടി ഒന്ന് പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ബേസിക് അജണ്ട. അതാണ് ഇത്രയും മൈന്യൂട്ട് ലെവലിൽ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യണം. അതേപോലെ തന്നെ എപ്സ്റ്റീൻ ഫയൽസ് അവർ റിവീൽ ചെയ്തല്ലോ ഫേസ് 1 റിവീൽ ചെയ്തു. പക്ഷെ ഫേസ് 1 അവർ റിവീൽ കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത ലിസ്റ്റിന്റെ ഇതാണോ? അതെ, ഇത് എപ്സ്റ്റീൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞത് ഒരു ബുക്കുണ്ട്, എപ്സ്റ്റീൻ ഡെഡ് മെൻ ടെൽ നോ ടൈൽസ് എന്ന് പറഞ്ഞിട്ട് 2019 ഇറങ്ങിയ. എപ്സ്റ്റീൻ്റെ പിന്നെ കഥയൊക്കെ നടക്കുന്നത് 2000-ലാണ്. അയാൾ മരണപ്പെട്ടു. ഒരു US-ൻ്റെ ഒരു ഗവൺമെൻറ് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാൾ മരണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ എപ്സ്റ്റീനെ പറ്റിയിട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു ഐലാൻഡ് ഉണ്ടായിരുന്നു. ആ ഐലാൻഡിൽ ഒരുപാട് മൈനേഴ്സിനെ വെച്ചിട്ട് 200ഓളം മൈനേഴ്സിനെ വെച്ചിട്ട് ഇയാൾ പല ഗസ്റ്റുകളെയും വിളിച്ചിട്ട് അവിടെ, അതായത് ഗസ്റ്റുകൾ എന്ന് പറഞ്ഞത് സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ്, വാർമോങ്കേഴ്സ്, പിന്നെ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ പബ്ലിക്കിൽ പോപ്പുലർ ഫിഗർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇയാൾ വിളിച്ചു വരുത്തി അവിടെ പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ ഇയാളെ ഈ ഐലാൻഡിൽ എല്ലായിടത്തും ക്യാമറാസ് നല്ല ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇയാളെ ലക്ഷ്യം ഇതൊക്കെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ പൊളിറ്റീഷ്യൻസിനെയും ഈ പിന്നെ എന്താ പറയുക, ആ കൺട്രീസിൽ നല്ല പവർഫുള്ളായിട്ടുള്ള ആൾക്കാരെ മൊത്തം ഇയാൾ കയ്യിലെടുത്തിരുന്നത്. അങ്ങനെയാണ് ഈ ബുക്കിൽ പറയുന്നത്. അയാൾ പിന്നെ ഒരു ഇസ്രായേൽ മൊസാദിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ആൾക്കാരൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ചെയ്തിരുന്ന ഒരാളാണെന്നാണ്. അങ്ങനെ ഇവരിപ്പോൾ ഈ ഇതിൽ ആരൊക്കെയാണ് വിക്ടിംസിൻ്റെ പേര് ഇവരൊക്കെ പേഴ്സണലാണ്, അത് പുറത്ത് വിടുന്നില്ല എന്ന് പറഞ്ഞു. 200ഓളം ആൾക്കാർ, ചെറിയ കുട്ടികൾ, ഇപ്പോൾ വലുതായി അവർക്കൊക്കെ 18, 19. ഏത് കാലത്തപ്പോൾ നടന്നത്? ഇത് 2000-ന് ശേഷം. ഓക്കെ, 2000-ന് ശേഷമാണ് ഈ ഐലാൻഡിൽ നടന്നത്. ഒരു ഐലാൻഡാണ്, ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള എല്ലാത്തിനും സൗകര്യമില്ല, വലിയ ഐലാൻഡ്. ഓക്കെ, അങ്ങനെ പിന്നെ ഇപ്പോൾ ഈ ഫസ്റ്റ് പേസ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് പുറത്ത് വിട്ട ലിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു PR വർക്കാണ് അത് അവർ ചെയ്തത്. അതിലൊരാളെ പേരില്ല. ഇൻ്റർനെറ്റിൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റാണ് അവർ, അല്ലെങ്കിൽ ഇൻഫർമേഷനാണ് അവർ പുറത്ത് വിട്ടത്. ട്രംപ് എന്ത് ചെയ്ത് ഈ Xൽ കുറച്ച് എന്താ പറയുക, റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള കുറച്ച് പിന്നെ ജേർണലിസ്റ്റുകളുണ്ട്, സയനിസ്റ്റൊക്കെ ആയിട്ടുള്ള, അവരൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്ത് ഇതിൻ്റെ ബൈൻഡേഴ്സ് കൊടുത്ത്, എന്നിട്ട് അവരിതൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഞങ്ങളടുത്ത് ഇത് കിട്ടി പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇത് ചെയ്ത് വെച്ചിട്ട് റിഡാക്റ്റഡ് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും എല്ലാതും മായ്ച്ചു വെച്ചിട്ടുള്ള. അങ്ങനെയാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത്. എത്രയോ പേജുള്ള. അതെന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ലിസ്റ്റ് ഒരിക്കലും പുറത്തു വരില്ല. പക്ഷെ ഇപ്പോൾ മൈക്കിൾ ജാക്സൺ, സ്റ്റീഫൻ ഹോക്കിംഗ് അതൊക്കെ കൺസ്പിറസിയാണ് പറയുന്നത്. ലിയോണാർഡോ ഡികാപ്രിയോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടില്ല. ഒരാളെ പേരും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് കിടക്കുന്നത്. ഇതിൽ ആരൊക്കെ ട്രംപ് ഇയാളൊപ്പം നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതെ, അതേപോലെ എലൻ മസ്ക് എപ്സ്റ്റീൻ്റെ കൂടെ നിൽക്കുന്ന, എപ്സ്റ്റീൻ്റെ ജിസൈൽ മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഓക്കെ,
അപ്പൊ ഇനിയിപ്പോ phase 2 എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? അതല്ല ഇതൊരു PR വർക്കായിരുന്നു എന്നാ പറഞ്ഞു വരുന്നത്. അതായത് ട്രംപ് വന്നു, ട്രംപ് ഇതെല്ലാം റിവീൽ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഇപ്പൊ ജോൺ എഫ് കെന്നഡിന്റെ മരിച്ചിട്ട് എത്ര വർഷമായി? അയാളെ കൊന്നിട്ട്, അയാളെ വെടിവെച്ച് കൊന്നിട്ട് എത്ര വർഷമായി? ഇതുവരെ അയാളെ ആ ഫയൽസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. 3 ഫയൽസാണ് US മെയിനായിട്ട് ആൾക്കാർക്ക് അറിയേണ്ടത്. ഒന്ന് JFKൻ്റെ, ജോൺ എഫ് കെന്നഡിയുടെ, ഈ ആരാണ് വെടിവെച്ചത്, എന്തിനാണ് ചെയ്തത്, ആരാണ് ഇതിൻ്റെ പിറകിൽ, അത്. പിന്നെ ഒന്ന് 9/11, ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെ അമേരിക്കൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് 9/11. ഒന്ന് എപ്സ്റ്റീൻ്റെ. ഈ 3 ഫയൽസ് ആൾക്കാർക്ക് അറിയണം. പിന്നെ ഇപ്പോൾ ടിഡിയുടെ കേസില്ലേ, ടിഡി ഇല്ലേ, പിന്നെ ആർട്ടിസ്റ്റ്, അതും മൈനേഴ്സിനെ വെച്ച് കണ്ട് പാർട്ടി നടത്തി എന്നുള്ള, ആ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്ത്, അത് ഇപ്പോൾ വന്ന പ്രശ്നമാണ് ഈ ഒരു 2024 ശേഷം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ മൊസാദ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എഴുതിയത് ഇസ്രായേലിനോട് ദേഷ്യമുള്ള പിന്നെ ഫലസ്തീൻ സപ്പോർട്ടേഴ്സ് അല്ല ഇത് എഴുതിയത്. ഏത് എപ്സ്റ്റീൻ ഞാൻ ബുക്ക് ചെയ്തത് ഒരു പ്രോ ഫലസ്തീനേഴ്സ് ഒന്നും അല്ല, ഒരു എന്താണ് അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ആൾക്കാർ എഴുതിയ ബുക്കാണ്. അതിലവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇയാളൊരു പിന്നെ എന്താ പറയുക മൊസാദ് ഏജൻസിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിസ്റ്റ് റിവീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അത്ര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആണ്. ട്രംപ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ റിവീൽ ചെയ്ത്? ഇപ്പം കണ്ടില്ല, സെലൻസ്കി വന്നിട്ട് സെലൻസ്കിനോട് പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ, ഭയങ്കര അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ട്രംപ് വന്ന ശേഷം യുക്രൈനോടുള്ള സപ്പോർട്ട് പിന്നെ ഈ ബൈഡൻ ഉള്ളത് പോലെ കൊടുക്കുന്നില്ല. ഓക്കെ, ട്രംപ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ $350 ബില്യൺ നിങ്ങൾക്ക് തന്ന്, ഓക്കെ, $350 ബില്യൺ തന്നതിൽ ഞങ്ങൾക്ക് തിരിച്ചത് വേണം, അത് ഞങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മിനറൽസ് എടുത്തോളാം. യൂറോപ്പിൽ പിന്നെ ടൈറ്റാനിയ ഏറ്റവും കൂടുതലുള്ളത് യുക്രൈനിലാണ്. ഓക്കെ, ഇവർക്ക് അതൊക്കെ കൂടുതൽ വേണം. അപ്പോൾ ഇവിടെ പോയി ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ റഷ്യനായിട്ട് ആദ്യം ഒരു പീസ് അഗ്രിമെൻറ്റിൽ എത്തണം US. അതിനാണ് അവർ സൗദിയിൽ പിന്നെ മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഞങ്ങളിത് എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാവരുത്, ആ ഒരു സംഭവം അതിൽ നടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെലൻസിക്കൊക്കെ എന്താ, അവരെ കൺട്രീസിൻ്റെ നല്ലൊരു വരുമാനമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇയാളത് ഒപ്പിട്ടിട്ടില്ല. അതിനാണ് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു എഗ്രിമെൻ്റൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചത്. പക്ഷേ ഇയാളത് ഒപ്പിട്ടില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അങ്ങോട്ട് സംസാരങ്ങൾ തുടങ്ങി, മനസ്സിലായോ? അപ്പോൾ ഈ US അപേക്ഷിച്ചിടത്തോളം അവർ കണ്ട പ്രസിഡൻസൊക്കെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് സംസാരിക്കും, നല്ല പൊളൈറ്റായിട്ട് ഒരു ഫോർമൽ രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുക. എങ്ങനെ പ്രസ് കോൺഫറൻസ് ആയാലും എല്ലായിടത്തും ആയാലും. പക്ഷേ ഈ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുകയാണ്. ഈ പിന്നെ എന്താ പറയുക, ജേർണലിസ്റ്റിനോടൊക്കെ ഇത് അവിടെ ഇരിക്കുക, ഇത് ചൈനയാണ്, അങ്ങനെയാണ്. ഇയാളൊരു സാധാരണ മനുഷ്യന്മാരോട് കാഷ്വലായിട്ടൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ സംസാരിക്കുമ്പോൾ ഈ അമേരിക്കൻ ആൾക്കാർ ഇത് ഫസ്റ്റായിട്ട് കാണുമ്പോൾ അവർക്കിതൊരു എന്താ പറയുക, എന്തോ ഒരു വേറൊരു ഫീലിംഗാണ്. ഇയാളാണ് ശരിക്കും പ്രസിഡൻറ്റ്, അങ്ങനെ ചിന്തിച്ച് പോവുകയാണ്, മനസ്സിലായി? അപ്പോൾ ഈ സെലൻസ്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അയാളെ കൺട്രി അറ്റാക്ക് ചെയ്യുമ്പോൾ അത് സംരക്ഷിക്കുക എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണ്. അത് അയാൾ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് ചിലപ്പം വാറിലുള്ള ആൾക്കാരുണ്ടാവില്ല, പിന്നെ ആർമീസിലെ ആൾക്കാർ കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ കാരണത്താൽ തന്നെ കുറേ പിന്നെ യുക്രൈനിലെ ആൾക്കാരായാലും ആൾക്കാർ വന്നിട്ട് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, പബ്ലിക്കിൽ നടന്നു പോകുന്ന ആൾക്കാരെ ആർമിക്കാർ വന്നു കണ്ട് വണ്ടിയിൽ വലിച്ചേറ്റി കൊണ്ടുപോകുക, ആണുങ്ങളൊക്കെ. എന്താ വെച്ചാൽ ആർമിയിൽ ആളില്ലായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അന്ന് സംസാരത്തിൻ്റെ ഇടയിൽ വന്നത്. അതായത് JD വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും സെലൻസ്കിയും പിന്നെ ട്രംപും ഇരുന്ന് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ളൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്ക എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും റിട്ടേൺ എപ്പോഴും അവിടെ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇറാഖിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കാണാം അവിടുത്തെ റിഗിലൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു മലയാളീസ് ഉണ്ട്. ഞങ്ങൾ അന്ന് കണ്ടു ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ ബ്രിട്ടനും അമേരിക്കയാണ് അത് മാനേജ് ചെയ്യുന്നത്, ആ റിഗൊക്കെ, പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ. അതേപോലെ തന്നെ ഇതന്നെ അത് കണ്ടിട്ടാണ് അവർ ആ പൈസ ഒക്കെ കൊടുക്കുന്നത്, മനസ്സിലായോ? അതേപോലെ ഈ ജോലാനിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ? മറ്റേ ഈ
സിറിയയിലെ ലീഡർ, HDSൻ്റെ ലീഡർ. ഞാൻ അധികം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇല്ല, അയാൾ എന്താണ്, അയാൾ ഒരു US-ൻ്റെ പപ്പറ്റാണോ അതോ ഒരു ശരിക്കൊരു റബൽ ലീഡറാണോ, ഒരു പാട്രിയോട്ടിക് സിറിയൻ ലീഡറാണോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ടില്ല. എന്താ വെച്ചാൽ അയാൾ എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് ശരിക്കും അറിയില്ല. എന്താ വെച്ചാൽ മുമ്പ് മീഡിയ അയാളെ പറ്റി എഴുതിയിരുന്ന ISIS-ൻ്റെ ലീഡറാണെന്നാണ് എഴുതിയിരുന്നത്. ആ മീഡിയ തന്നെ മാറ്റി എഴുതി റബൽ ലീഡർ എന്നാക്കിയിട്ട് എഴുതി 2024. അയാൾക്ക് $10-15 മില്യൺ അയാളെ തലക്ക് വില പറഞ്ഞിരുന്നു ഇന്റർപോൾ. അത് വരെയുണ്ട്, ആ ന്യൂസ് വരെ കാണാം. ഇന്നിപ്പോൾ അയാൾ എന്തായി, അയാൾ റബൽ ലീഡറായി. നാരേറ്റീവ് ചേഞ്ച് ചെയ്യാൻ അത്ര എളുപ്പമാണ്. അപ്പം എന്തായി, അപ്പം ഈ ജോലാനി എന്ന് പറയുന്ന ആള് ഒരു US ഇസ്രായേൽ പപ്പറ്റാണോ അതോ പിന്നെ എന്താ പറയുക, ഇപ്പൊ ഈ സിറിയയില് അവര് അത് തിരിച്ച് ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്ത സമയത്ത് തന്നെ കുറെ ഏരിയാസ് ഇസ്രായേലിന്റെ സിറിയന്റെ ബയ്യാളെടുത്തുന്ന ബഷാറിന്റെ അടുത്തുന്ന. അപ്പോൾ എന്താ ആ സമയത്ത് ഇവർ കുറെ ഏരിയാസ് പിടിച്ചെടുത്തപ്പോൾ പുള്ളി പറയുന്നുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ശരിക്ക് പപ്പറ്റാണ്. കാരണം പുള്ളിയുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുന്ന സമയത്ത് പുള്ളി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകണത്. അപ്പോൾ പുള്ളി പപ്പറ്റാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതേപോലെ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമാണ്, ആസ്ട്രോയിഡിന്റെ കാര്യം നോക്കിയിരുന്നു 2020. ആസ്ട്രോയിഡ് ആദ്യം നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു എർത്തിനെ ഇടിക്കുക എന്നുള്ളത്. എത്ര 2% പ്രോബിലിറ്റി ആയിട്ട് തന്നെ പറഞ്ഞത്. ഇപ്പൊ അടുത്ത് വന്ന ന്യൂസ് 8 മണിക്കൂർ മുന്നേറ്റ അത് സേഫ് ആണ്, ഇനിയിപ്പോൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി 2032 എർത്തിന്റെ അത് ഏതോ സമയത്ത് ഞാൻ ന്യൂസ് കാണുന്ന സമയത്ത് മുംബൈയിൽ ഹിറ്റ് ആവാനുള്ള അതിന്റെ അടുത്ത് ചാൻസ് ഉണ്ട്. 3.5% അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു 0.0 സംതിങ്% ആയി. അതെ, 2032 തിരിച്ചത് ഓർബിറ്റിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതോടുകൂടി പാസ്സായി. പക്ഷെ 2032 അത് അവർ പറയുന്നത് ആസ്ട്രോയിഡ് വരും എന്നുള്ളത്. അതായത് ആസ്ട്രോയിഡ് എർത്തിന് എറ്റ് ചെയ്യാൻ തന്നെ 2032. പക്ഷെ അതിന്റെ പെർസെന്റേജ് ആദ്യം 2%. അതിപ്പോ 0% പ്രോബിലിറ്റി പറഞ്ഞു. അതെ. പിന്നെ നാസ ട്രാക്ക് ചെയ്യുന്ന നാസിന്റെ എക്സ്പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അതിങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ പോകുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അവരുടെ അടുത്ത്, അവരെ ഇതിൽ പിടിച്ചതൊക്കെ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ വേറെ നമ്മളെന്തെങ്കിലും ഇനി വിട്ടിട്ടുണ്ടോ? കുറച്ച് ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. ഒരു കാറില്ലായിരുന്നു, ഒരു ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈങ് കാറില്ല, അതിനെ പറ്റി നോക്കിനോ? അതെ, അത് ഭയങ്കര ക്യൂരിയസ് ആണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും. കാരണം നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ മൂവിയിലൊക്കെ കാണുന്ന പോലെ പറക്കുന്ന കാറുകൾ, അങ്ങനത്തെ ആ ഒരു ഡ്രീം യാഥാർത്ഥ്യമാവുന്ന പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇത് ഒരു ഡമ്മി പ്രൊജക്റ്റ് അല്ല. ബേസിക്കലി 2025 എൻഡിൽ ഇവരിത് പബ്ലിക്കിന് അവൈലബിൾ ആക്കാൻ പോവാണ്. ഇതിന്റെ പ്രൊഡക്ഷൻസ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ പ്രീ ഓർഡർ നടക്കുന്നുണ്ട്. $150 നോർമൽ നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം. അതല്ല പ്രയോറിറ്റി ആയിട്ടാണെങ്കിൽ $1500 കൊടുത്താൽ US ഇത് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ വെയിറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അടുത്ത് ഒരു പെർമിഷൻ വേണമല്ലോ. നമ്മൾ വണ്ടി മേടിച്ച് ചുമ്മാ റോട്ടിൽ കൂടെ ഓടിക്കുന്ന പോലെ അല്ലല്ലോ എയറിൽ ഓടിക്കുന്നത്. ബിൽഡിങ്ങിൽ പോയി ഇടിക്കാം, അല്ലെങ്കിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കാം. അപ്പോൾ അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ സൈഡിൽ നിന്നും ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഒരു പെർമിഷന് വേണ്ടി മാത്രം വെയിറ്റിംഗ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് സൈഡും R&D ടെക്നോളജി സൈഡ് ഓൾറെഡി ഫുള്ളി ഡെവലപ്ഡ് ആണ്. ഓക്കെ, FAAന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ലൈസൻസ് കിട്ടിയിരിക്കണം പറത്താൻ വേണ്ടി. പക്ഷെ അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഫ്ലൈറ്റ് വന്ന സമയത്ത് നമുക്ക് ലാൻഡിങ്ങിനും പൊന്താനും ഒക്കെ ഒരു റൺവേ കാര്യങ്ങളൊക്കെ വേണം. ഇത് അങ്ങനെയല്ല, ഡ്രോണ് പൊങ്ങുന്ന പോലെ വെർട്ടിക്കലി പൊന്തും. അതേപോലെ തന്നെ ഇതിന് സ്പീഡ് എന്ന് പറഞ്ഞാൽ 177 km/h സ്പീഡിൽ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് എയറിൽ. ഗ്രൗണ്ടിൽ അത്രയല്ല, ഗ്രൗണ്ടിൽ 40 km/h ഉള്ളൂ. പക്ഷേ എയറിൽ 177 km/h പോകാനും അവരുടെ മാക്സിമം മൈലേജ് അല്ല, ഒരു 1 ചാർജിൽ അവർക്ക് ഈ കാറിന് 320 km പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ ബാറ്ററിക്ക്. ഇവരെന്താ പറയുന്നാരോ, ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞ റോട്ടിൽ 40 km/h കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് ലോങ് ട്രാവലിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ സിറ്റിക്ക് പോകാനോ എന്നുള്ള രീതിയിലല്ല. ബേസിക്കലി സിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ട്രാഫിക് ഒഴിവാക്കാനും പെട്ടെന്ന് ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കമ്മ്യൂട്ട് ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ പറക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് ഈ കാർ എത്ര മെച്യൂറായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാർ ഇറങ്ങിയാൽ തന്നെ നമ്മൾ ചിലപ്പോൾ പല ന്യൂസുകളും കാർ ഇത് മെച്യൂറല്ല, അങ്ങനെയല്ല. പക്ഷേ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ നിന്ന് ഇനി പല പുതിയ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഇത് പല രീതിയിൽ ഇവോൾവ് ആയി വരും. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. വി ആർ ഓൾറെഡി ഇൻ ദ ഫ്യൂച്ചർ. പക്ഷേ ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ അതേ സമയത്ത് വി ആർ ഓൾറെഡി ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന സംഭവം കൂടി നടന്നിട്ടുണ്ട് കഴിഞ്ഞ വീക്കിൽ. അതായത്
ഒരു ഓർഫിഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡൂംസ്ഡേ ഫിഷ് എന്ന് പറയും. ഈ സാധനം ജപ്പാനിൽ ഒരു ബീച്ചിൽ കണ്ട്. ഈ സാധനം ഇതിന് മുന്നേ ഇത്രയും അടുത്ത് അല്ലെങ്കിൽ ഇത്രയും കണ്ടിട്ട് ഈ സാധനം കടൽ തീരത്തൊന്നും വരില്ല, അതായത് സർഫസിലേ വരാത്തൊരു സാധനമാണ്. ഏകദേശം കടലിൻ്റെ 1 കിലോമീറ്റർ അടിയിൽ മാത്രം കണ്ടുവരുന്ന ജീവിക്കുന്ന ആ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു മീനാണിത്. ഈ മീൻ ഇതിന് മുന്നേ വന്നിട്ടുള്ളത് 2011 ജപ്പാനിലെ സുനാമിൻ്റെ മുന്നാണ്. ഇത്രയും കുറേ സ്ഥലങ്ങളിൽ കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജപ്പാനിൽ ഓൾറെഡി ഒരു തിയറി ഉണ്ട്, അവർ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്, ഈ ഡൂംസ്ഡേ ഫിഷ് വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു സിഗ്നൽ തരാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഗോഡ് നമുക്ക് ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും ഒരു കലാമിറ്റി വരുന്നതിന് മുന്നേ സെൻഡ് ചെയ്യുന്ന ഒരു മെസ്സേജാണ് ഈ ഫിഷ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ആദ്യം ഉണ്ട് അവർക്ക്, പണ്ട് മുതലുള്ള ഒരു വിശ്വാസമാണ്. ആ സാധനമാണ് ഈ ഫിഷ് തന്നെയാണ് 2011 അവരുടെ സുനാമിയുടെ മുന്നേ ജപ്പാനിൽ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ത് ഇത് അവരുടെ മെത്തഡോളജിയിലുള്ളതാണ്. അതെ, ഇത് നമുക്ക് എന്താ യൂട്യൂബിലൊക്കെ നെറ്റിൽ അടിച്ചൊക്കെ കാണാം, അവരുടെ മെത്തഡോളജിയിൽ ഇങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവർ ബേസിക്കലി വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കലാമിറ്റി വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ സയൻറ്റിഫിക്കലി ഇങ്ങനെ കടലിൻ്റെ അടിയിലൊരു ഭൂമികുലുക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. ബട്ട് എന്തോ സംഭവിക്കാം എന്നുള്ള രീതിയിലാണ്. ഇതേ പോയിന്റിൽ തന്നെ നമ്മൾ വേറെയും പല കാര്യങ്ങളും കണ്ട്. അതായത് കഴിഞ്ഞ വീക്കിൽ തന്നെ നടന്ന സംഭവമാണ്, ഒരു മറ്റേ ആംഗുലർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷ് ഇങ്ങനെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിൽ അത്രയും പോപ്പുലർ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ട്. അത്രക്കും ഡീപ് സീയിൽ നിൽക്കുന്ന സാധനം മേലേക്ക് എത്തിയില്ല. ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ജപ്പാനിൽ കണ്ട ഫിഷ് ഏകദേശം 3000 ഫീറ്റ് അടി, അതായത് 1 കിലോമീറ്റർ അടിയിലാണ് വരുന്നത്. പക്ഷേ ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മുതൽ 3 കിലോമീറ്റർ വരെ അണ്ടർ വാട്ടറിൽ ജീവിക്കുന്ന ഫിഷാണ്. ഇതിന് ഒരിക്കലും മുകളിൽ വരേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ മുകളിൽ ജീവിക്കുന്ന ഫിഷേ അല്ല ഇത്. ഇതിൻ്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇത് ജീവിക്കുന്ന സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ഡീപ്പിലാണ്. അപ്പോൾ ഈ ഫിഷ് ഇതാ കടലിന് മുകളിലോട്ട് വരുന്നു. പിന്നെ അതേപോലെ ഒഡീഷയിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒഡീഷയിൽ ഇതാ 600ഓളം ആമകൾ, ഒരു ഒലീവ് ലിവ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാറ്റഗറി പെട്ട ആമകൾ വന്നിട്ട് മരിച്ച് ബീച്ചിലേക്ക് അടിഞ്ഞ് 600ഓളം. അതേപോലെ തന്നെ മെക്സിക്കൻ സംവർ ഇൻ മെക്സിക്കോയിൽ 150ഓളം കില്ലർ ഷാർക്കുകൾ വന്ന് ചത്തടിയാണ്. പക്ഷെ ഇതൊക്കെ ഈ ഒരു ടൈമിൽ സംഭവിച്ചാണ്, ചിലപ്പം പഴയ വീഡിയോസ് അല്ല, ഇതെല്ലാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഭവിച്ച കാര്യങ്ങളാണ്, മനസ്സിലായില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അറ്റ് പ്രസൻറ്റ് ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിയറി ഒന്നും അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലെങ്കിൽ ബാക്ക് ആയിട്ടുള്ളൊരു തിയറി ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതേപോലെ തന്നെ ഇതുമായി കണക്ട് ചെയ്ത വേറെ സാധനം, തുർക്കിയിൽ സ്ക്വയർ ആയിട്ടുള്ള വേവ്സ് ഫിഷർമെൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ സാധാരണ വേവില്ല, അതിന് പകരം ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വേവ്സ് ഇങ്ങനെ കാണുന്ന രീതിയിൽ. അതേപോലെ തന്നെ വേറൊരു സയൻറ്റിസ്റ്റ് പറയുന്നൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ കോറൽ റീഫ് ഉണ്ട്. അത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള അത്രയും വിസിബിൾ ആയിട്ടുള്ള ഒരു കോറൽ റീഫാണ്. അവിടെ ബ്ലീച്ചിങ് എഫക്റ്റ് നടക്കുന്നുണ്ടെന്നില്ല. അതായത് കോറൽ ലൈഫിൻ്റെ കളർ നഷ്ടപ്പെടുക, അത് എല്ലാം വൈറ്റ് കളറാവുക. അപ്പോൾ നമ്മൾ ഈ അണ്ടർ വാട്ടർ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് കാണാം പല ഓറഞ്ച് മച്ച പല കളറിൽ ഇങ്ങനെ കോറൽ ലീഫ്സ് കാണുന്നതും, അത് കാണാൻ തന്നെ ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. ഈ സാധനം ബ്ലീച്ചിങ് സംഭവിച്ചിട്ട് എല്ലാം വൈറ്റ് കളറായി മാറുകയാണ്, അല്ലെങ്കിൽ കോറൽ ലീഫ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 73% കോറൽ ലീഫ് ഇതേപോലെ വൈറ്റ് കളറായി, സ്കെൽട്ടൺ കളറായി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എൻ്റെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ നാട്ടിലെ കാര്യങ്ങളും വാറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ 70% വെള്ളമാണ്, കടലാണ്. അപ്പോൾ ഇത്രയും ഏരിയസിൽ അവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കടലിൻ്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈയിങ് കാർ വരുന്നു, AI വരുന്നു, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കപ്പാസിറ്റി ഉള്ള നാച്ചുറൽ കലാമിറ്റീസ് വരാൻ നമ്മൾ അധികം ദൂരം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ അടിച്ചു പോയി നമ്മൾ ബാക്ക് ടു സീറോ എത്താൻ വേണ്ടിയിട്ട് അധികം സമയമില്ല ഇതുപോലെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി വന്നാൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മളെപ്പോഴും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വേസ്റ്റ് ആടിയിട്ട് വലിച്ചിടാണ്ടിരിക്കുക, കടൽ നശിപ്പിക്കാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എത്രയോ ബിഗ് കമ്പനീസ് ചെയ്യുന്നുണ്ട്. അവർ ഈ ക്രൂഡ് ഓയിലും അതും എക്സ്ട്രാക്ട് ചെയ്യുന്ന കൊടുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. അല്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ക്രയോജനിക്സ്, അതായത് ബോഡി ഫ്രീസ് ചെയ്യാനുള്ളൊരു സിസ്റ്റമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ട്, ബെർലിൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ബോഡി കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്യും ക്രയോജനിക് ഫ്ലൂയിഡ്സ് ഒക്കെ വെച്ചിട്ട്.
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടത് ക്യാൻസർ ബാധിച്ചിട്ടാണ്. നിലവിൽ ക്യാൻസറിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തി. ആ ടൈമിൽ ഈ ഫ്രീസ് ചെയ്ത ബോഡി അൺഫ്രീസ് ചെയ്തിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റിന് ആൾക്ക് ജീവിതം കണ്ടിന്യൂ ചെയ്യാണെന്നാണ് ഇവർ പറയണത് മരണത്തിന് ശേഷം. അതിപ്പോൾ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. $200,000 ആണ് അവർ ചാർജ് ചെയ്യണത്. ഇപ്പോൾ തന്നെ 700 ആൾക്കാർ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അത് മരിച്ചു കഴിഞ്ഞാലാണോ നമുക്ക് അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് അടുത്ത് നിൽക്കുന്ന ഒരാൾ, ഇവർ ഡോക്ടർ വിളിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഹാർട്ട് ഫെയിലിയറിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഇപ്പോൾ അടുത്ത് മരണം വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാൾ ഡോക്ടർ അസസ് ചെയ്തിട്ട് ഇവർ നിരീക്ഷണത്തിലാകും. എന്നിട്ട് മരണത്തിന് ശേഷം ഇവർ ആംബുലൻസ് അയച്ചിട്ട് ബോഡി എടുത്തിട്ട് ഇവർ വന്നിട്ട് ഇവരുടെ സിസ്റ്റത്തിൽ ഫ്രീസ് ചെയ്ത് വെക്കും. സ്വിറ്റ്സർലാൻഡിൽ എന്താണ് ഇവരെ സ്റ്റോറേജ് യൂണിറ്റ്. എന്നിട്ട് എത്രയോ വർഷങ്ങൾ അത് പ്രിസർവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരാൾക്ക് ജസ്റ്റ് ഒരു ഉറങ്ങി എണീക്കണ മാതിരത്തെ ഒരു ഫീൽ. ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം മരണത്തിന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഇവർ ഓരോ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് പറയേ അങ്ങനെ അതന്നെ. അപ്പോൾ ഈ പിന്നെ എന്താ പറയുക, ഈ സതോഷി നക്കാമോട്ടല്ലേ, അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. പിന്നെ മെയിലൊക്കെ അയച്ചിരുന്ന അതായത് ബിറ്റ് കോയിൻ്റെ ഫൗണ്ടറാണല്ലോ സതോഷി നക്കാമോട്ടോ. എന്താണ് ആൽഫിനി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബോഡി ഇങ്ങനെ കീപ്പ് ചെയ്തേക്കാണ് US ആൾറെഡി അതിന് ബിറ്റ് കോയിൻ കമ്മ്യൂണിറ്റിയൊക്കെയാണ് അതിൻ്റെ പൈസ എടുത്തതെന്നൊക്കെ പറഞ്ഞേക്കാം. അല്ല പുള്ളി തിരിച്ച് ഇങ്ങനെ ടെക്നോളജി വന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. യെസ്. ക്യൂർ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് വരുന്നുണ്ട്. അതുപോലെ നമ്മളെ ഹെഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞിട്ടില്ലേ സ്റ്റാർട്ടപ്പ്. അതെ, എന്തൊക്കെയാ വരുന്നത്. പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി ഒരിക്കലും നടക്കില്ല. പക്ഷെ എന്നാലും ഇവർ ഇതിന് പിന്നാലെ നടന്ന് ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് ഒരുപാട് ഇൻസ്പിറേഷൻ വരാൻ കാരണം എന്താ പറയുക. നോർവേയിൽ ഒരു സ്കീ ട്രിപ്പിൽ 1999 ഒരു സ്ത്രീ മരിച്ചു. 2 ദിവസത്തെ ക്ലിനിക്കലി ഡെഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നിട്ട് തിരിച്ചു വന്നീനെ. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിനാണ് ഇവർക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. ഫ്രീസ് ചെയ്താൽ അത് മരണത്തിന് ശേഷം അവർ ഫ്രീസ് ചെയ്യണത്. ഓക്കെ. പിന്നെ അതന്നെ പറഞ്ഞ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇങ്ങനത്തെ ബിസിനസ് ഐഡിയാസ് ഒക്കെ കാണുമ്പോൾ അത് നടന്നാലും ചേച്ചിട്ട് ആൾക്കാർ വരെ ഇതൊക്കെ. അല്ല എന്താണോ കുറച്ച് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ഫ്രീസ് ചെയ്ത് ആരെങ്കിലും ഒക്കെ പുറത്ത് എടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ദിസ് ഈസ് പോസിബിൾ പറഞ്ഞോട്ടോ എന്നുള്ളത്. അതന്നെ. അല്ല ഇപ്പോൾ ഫ്രീസ് ചെയ്ത ആൾക്കാരെ അങ്ങനത്തെ എന്തോ ചെയ്തതിന് ശേഷം ക്രയോജനിക്സിന് ശേഷം ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്ട്രക്ചർ മൊത്തത്തിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ആനിമൽസിൽ തന്നെ ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇതിനോണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഫ്യൂച്ചറിൽ ഇവർ പറഞ്ഞത്, ഇതിൻ്റെ CEO പറഞ്ഞത് ഫ്യൂച്ചറിൽ അഥവാ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്തുകൂടെ എന്നാണ് മൂപ്പർ പറയണത്. അതായത് ഒരു കാലത്ത് മൂപ്പർ പറഞ്ഞ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വരെ നമ്മളൊരു നടക്കുമോ, അത് വേറൊരാളെ ഹാർട്ട് എടുത്തിട്ട് ഇവരെ ഹാർട്ടിക്ക് ബോഡിക്ക് വെക്കണതൊക്കെ പോസിബിൾ ആണോ എന്ന് ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യണില്ലേ. അതേപോലെ തന്നെ ഇതൊരു കാലത്ത് പോസിബിൾ ആകും എന്നാണ് മൂപ്പർ പറയുന്നത്. എന്നാൽ നമുക്ക് നീ വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയാലോ. പിന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തിട്ടില്ലായിരുന്നു ഫെബ്രുവരി മാസം. 40 ലക്ഷം കോടിയാണ് നഷ്ടപ്പെട്ടത് ഇന്ത്യൻ മാർക്കറ്റിൽ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മൊത്തത്തിൽ സെല് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത്. എന്താ കാരണം? ഫോറിൻ അവർ സെല് ചെയ്യല്ല. പിന്നെ ഇന്ത്യൻ്റെ ഏർണിങ്സും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കുറച്ച് വിചാരിച്ച അത്ര ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല കയറ്റാണല്ലോ കയറിയത്. $87 ഇപ്പോൾ 87 രൂപയായി. അതെ, 84 ഇരുന്ന് കടന്നിരുന്നു 83. പിന്നെ ചൈനീസ് മാർക്കറ്റ്സും ഇന്ത്യനെക്കാട്ടിലും പെർഫോം ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഇനി നോക്കണം. പക്ഷെ ഇത് ഡെഫിനറ്റ്ലി നല്ലൊരു അവസരമാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരു ക്രാഷ് വരുമ്പോൾ അതൊരു അവസരമായിട്ട് എടുക്കുക. എല്ലാവരും ചെയ്യുക. ക്രാഷ് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ഭയങ്കര പാനിക്കായിട്ട് മൊത്തത്തിലുള്ളത് വിറ്റൊഴിവാക്കും. കയറി പോകുമ്പോൾ എല്ലാവർക്കും കയറ്റത്തിന് കൂടെ പോകണം. പക്ഷെ മേലെ നേരിക്കും പിന്നെ താഴേക്ക് വരും. അപ്പോൾ എല്ലാവരും ക്രാഷ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് SIPs തുടങ്ങി. നമ്മളൊക്കെ ഒരുമിച്ച് തുടങ്ങിയതാണല്ലോ. അപ്പോൾ ഈ ക്രാഷും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 5 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പൊക്കെ SIP തുടങ്ങിയ ഒരാളെ ബാധിക്കുന്നില്ല. ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു SIP പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ക്രാഷും കാര്യങ്ങളൊന്നും നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത ഒരു ഇതാണ്. 1994 നടന്നിരുന്നു. പക്ഷെ 2000 ശേഷമാണ് നമ്മൾ ഒന്നും കൂടിയും ഇന്ത്യൻ്റെ ഒഫീഷ്യലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കണം എന്താവും എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ എത്രങ്ങാനും ക്രിപ്റ്റോ സ്കാമ നടന്ന അറിയാം. മീം കോയിൻ, അതായത് പം ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, pum.fund. അതിൽ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു പൈസയും വേണമെന്നില്ല നമ്മളെ വാലറ്റിൽ ജസ്റ്റ് ബാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊലാന വാലറ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ക്രിപ്റ്റോ
ഒരു മീം കോയിൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു മിനിറ്റ് വേണ്ട ഒരു മീം കോയിൻ ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മേടിക്കുക. ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ അതിൽ നിന്ന് മേടിക്കുക. അല്ലെങ്കിൽ ഇതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ ഇതായി ആൾക്കാർക്ക് പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇത് ഇത്ര ഈസി ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യും, നമ്മളെ അർജൻറ്റീന കൺട്രി ഇല്ലേ, അതിൻ്റെ പ്രസിഡൻറ്റ്, അതേപോലെ ആഫ്രിക്കയിലൊരു കൺട്രി ഞാൻ മറന്നു, ആ കൺട്രിയുടെ പ്രസിഡൻറ്റ്, ഇങ്ങനെ ഇവരൊക്കെ ലോഞ്ച് ചെയ്തു. അങ്ങനെ 80% ഇതിൻ്റെയൊക്കെ പിന്നെ എന്ത് ചെയ്ത് സർക്കുലേഷൻ ഇവരെ കയ്യിലാണ്. ഈ പിന്നെ ഇതിൻ്റെ സപ്ലൈ 80% സപ്ലൈ ഒക്കെ ഇവരെ കയ്യിലാണ്. ഇവരെന്ത് ചെയ്യും, ഇതല്ല ഐപ്പിലെത്തിയതാണ് വിൽക്കും. ഇത്രയും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ എന്തായി വെറുതെ. 4.5 ബില്യണോ 4.6 ബില്യൺ ഡോളേഴ്സൊക്കെയാണ് മാർക്കറ്റ് ക്യാപ്പ് അർജൻറ്റീനൻ പ്രസിഡൻറ്റ് ലോഞ്ച് ചെയ്ത ലിബ്ര എന്ന് പറഞ്ഞ കോയിൻ. ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രയും എത്രകാലം സ്കാംസാണ് നടക്കുന്നത് പറയുക. ഒരു ദിവസം ചിലപ്പോൾ 1 ലക്ഷത്തിൻ്റെ ഒക്കെ എടുത്ത് ക്രിപ്റ്റോ കോയിൻ ലോഞ്ച് ചെയ്യുന്ന മീം കോയിൻസ്. അതിലൊരു 20 ഉണ്ടാവുക ജെന്യൂൻ ആയിട്ടുള്ളത് ചിലപ്പം. ബാക്കിയൊക്കെ സെക്കൻഡ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ bullmarket.io എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇതിലിങ്ങനെ പുതിയത് ലോഞ്ച് ചെയ്യുന്നതും അതിൽ ഗ്രാജുവേറ്റ് ആവേണ്ടതും ഗ്രാജുവേറ്റ് ആവാൻ പോയതും പോകുന്നതൊക്കെ കാണാം. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഓരോ സെക്കൻഡ്സിലും ഇങ്ങനെ കോയിൻസ് വരും. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് നല്ലത് കണ്ടുപിടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഒരുപാട് പൈസ പോകും. അപ്പം മീം കോയിൻസിലൊക്കെ കളിക്കുമ്പോൾ നോക്കും, ഇപ്പോൾ ആ തൊപ്പിക്ക് പോയി എന്ന് പറഞ്ഞില്ല പൈസ. അതൊക്കെ ശരിയാണോ പഠിച്ചോനറിയാം. പക്ഷേ അങ്ങനെ ആദ്യം ലൈവിൽ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇത് എന്തായാലും ബമ്പർ അടിക്കും. ഞാൻ എന്നിട്ട് ഓന് ക്രിപ്റ്റോനെ പറ്റി അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ അടുത്ത് അവൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ ഞാനതിൽ മെസ്സേജ് അയച്ചിരുന്നു. ഓൻ്റെ തന്നെ തോന്നുന്നു, ഓൻ്റെ എൻ്റെ ആരുടെ എനിക്കറിയില്ല. പക്ഷേ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് ഞാൻ അയച്ചു. ഞാൻ എന്താ പറഞ്ഞാൽ മതി, നമുക്ക് സഹായിക്കാൻ പറ്റുന്ന സഹായിക്കാറുണ്ട്. പക്ഷേ ഒരു റിപ്ലൈ അവൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. പിന്നെ റിപ്ലൈ അല്ല, എന്തിലും പൈസ ഇടുമ്പോൾ നന്നായിട്ട് പഠിക്കുക അതിനെ പറ്റിയിട്ട്. ഒരിക്കലും മനസ്സിലാവാത്തൊരു സംഭവമാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതിൻ്റെ വർക്കിങ് കാര്യങ്ങളിൽ മനസ്സിലാവുകയാണെങ്കിൽ ഇടുക. കാരണം ഇപ്പോൾ തന്നെ ക്രിപ്റ്റോ കറൻസീസിന് ഒരുപാട് ചീത്തപ്പേരാണ് ഓരോരുത്തർ ഇങ്ങനെ സ്കാംസ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ അതാണ് പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പതിയെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. അതെ. പിന്നെ ഒരിക്കലും ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ഇക്കോണമീനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഈ ബിറ്റ് കോയിൻ മാത്രം ഫോക്കസ് ചെയ്യപ്പോൾ ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. ബിറ്റ്കോയിനും അത്യാവശ്യം നല്ല 25% താഴെ പോകുന്നതാണ്. അതെ. അപ്പോൾ നല്ലൊരു പ്രൈസ് പോയിന്റ് ആണ്. എന്നാൽ നമുക്ക് പോയിന്റ് അപ്പോൾ എന്നാൽ വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്, ബൈ.